ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധ്യായം 9. ചേതൻ അവരോട് ബെറ്റ് വെക്കാൻ തയ്യാറായി നിന്നതും മൂർത്തി ഇടപെട്ടു. നിനക്കൊരു ലാസ്റ്റ് ചാൻസ് കൂടെ തരാം. നീ ചേർത്തെന്ന് പറഞ്ഞ 4 പിള്ളേരെയും വേഗം പോയി വിളിച്ചോണ്ട് വാ, അല്ലെങ്കിൽ അടികൊണ്ട് ചാകാൻ നീ റെഡി ആയിക്കോ. ആരാണ് ചാകാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം, ചേതൻ മനസ്സിൽ പറഞ്ഞു. എടോ മണ്ടന്മാരെ, ഞാൻ എന്തിനാ അവരെ പോയി വിളിച്ചോണ്ട് വരുന്നത്? നിങ്ങളെല്ലാം ലോജിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫ് അല്ലേ? നിങ്ങൾക്ക് ഈ അക്കാദമിയുടെ ഡേറ്റാസിൽ ആക്സസ് ഉണ്ടാവല്ലോ. ഞാൻ ആ കുട്ടികളെ ചേർത്തപ്പോ തന്നെ അവരുടെ വിവരങ്ങൾ എല്ലാം നിങ്ങളുടെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. അതെടുത്ത് നോക്കിയാ പോരെ? ഞാൻ കള്ളം പറഞ്ഞാലും നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ റെക്കോർഡ്സ് കള്ളം പറയില്ലല്ലോ, ചേതൻ ചോദിച്ചു. കാര്യം ഇവനൊരു തോൽവിയാണെങ്കിലും പറഞ്ഞത് ശരിയാ, മൂർത്തി മനസ്സിലോർത്തു. സുധി, നീ പോയി ഇവൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചെക്ക് ചെയ്യ്, അയാൾ ആജ്ഞാപിച്ചു. അത് കേട്ടതും സുധി വേഗം തന്നെ ലോജിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലേക്ക് ചെന്നു. അവൻ പോകുന്നത് ഒരു കൂസലമില്ലാതെ നോക്കി നിൽക്കുന്ന ചേതനെ കണ്ടപ്പോൾ മൂർത്തിയുടെ ഉള്ളിൽ ഒരു ചെറിയ പേടി തോന്നി. അവിടെ കൂടി നിന്നവരും സുധിയുടെ വരവിനായി ആകാംക്ഷയോടെ കാത്തുനിന്നു. കുറച്ചു സമയത്തിന് ശേഷം റൂമിന്റെ വാതിൽ തുറന്ന് സുധി പുറത്തേക്ക് ഇറങ്ങി വന്നു. അവന്റെ മുഖം ഇരുണ്ടിരുന്നു. അത് കണ്ടതും മൂർത്തിയുടെ മുഖവും വാടി. അയാൾ നിന്ന് വിറക്കാൻ തുടങ്ങി. സുധി, എന്തായി? അല്പം ഭയത്തോടെ മൂർത്തി ചോദിച്ചു. ചേതൻ പറഞ്ഞ സത്യമാണ്. അവന്റെ കീഴിൽ 4 കുട്ടികൾ ചേർന്നിട്ടുണ്ട്, അവൻ വിക്കി വിക്കി മറുപടി നൽകി. അവർക്കെന്താ ഭ്രാന്താണോ? മാജിക് അക്കാദമിയിൽ വേറെ നല്ല പ്രൊഫസേഴ്സ് ഇല്ലാത്തതുപോലെ ലോക തോൽവിയായി ഇവനെ മാത്രമേ കിട്ടിയുള്ളൂ. ആ 4 പേരും ഉറപ്പായിട്ടും വല്ല മണ്ടന്മാരുമായിരിക്കും. മൂർത്തി വിട്ടുകൊടുത്തില്ല. ഇവനാളെ തേക്കാൻ എവിടെന്നെങ്കിലും വിളിച്ചോണ്ട് വന്നതാവും അവരെ. ഈ അക്കാദമിയിൽ ചേരുന്നതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. എൻട്രൻസ് ടെസ്റ്റ്, എലിജിബിലിറ്റി ടെസ്റ്റ്, അങ്ങനെ എല്ലാ ടെസ്റ്റും ക്ലിയർ ചെയ്തവർക്ക് മാത്രമേ ഇവിടെ പഠിക്കാൻ കഴിയൂ. അല്ലാത്തവരൊക്കെ ഇവിടെ അധികം നാൾ വാഴില്ല. ഞാൻ അവരുടെ ഹിസ്റ്ററി നോക്കട്ടെ, അപ്പോ അറിയാലോ ആരെയാണ് ഇവൻ വിളിച്ചോണ്ട് വന്നിരിക്കുന്നതെന്ന്. വാസിയോട് പറഞ്ഞ് മൂർത്തി അകത്തേക്ക് ചെന്ന് കുറച്ച് ഡാറ്റാബേസ് അടങ്ങിയ ഡിജിറ്റൽ ബുക്ക് എടുത്തുകൊണ്ട് വന്ന് സുധിയോട് വായിക്കാൻ പറഞ്ഞു. ഇപ്പൊ അറിയാം ആരാണ് നിന്റെ ഈ 4 സ്റ്റുഡൻസ് എന്ന്. വായിക്ക്, എല്ലാത്തിന്റെയും വിളറിയ മുഖം എനിക്കൊന്ന് കാണണം, ചേതൻ മനസ്സിലോർത്തു. ഫസ്റ്റ് സ്റ്റുഡന്റ് മേഘ. സുധി വായിച്ചു തുടങ്ങി. പേരൊക്കെ കൊള്ളാം. റാങ്ക് നോക്കും അറിയാം ഇവരെ പോലെ 0 ആയിരിക്കും. മൂർത്തി പരിഹാസത്തോടെ പറഞ്ഞുകൊണ്ട് വയർ കുലുങ്ങി ചിരിച്ചു. എന്നാൽ മേഘയുടെ ഡീറ്റെയിൽസ് കണ്ട സുധി ഒന്ന് വിയർത്തു. സ്റ്റുഡൻസ് എലിജിബിലിറ്റി ടെസ്റ്റിൽ 67 റാങ്ക്. ദർശന്റെ ഇളയ സഹോദരി. സിറ്റിയിലെ 4 പേര് കേട്ട കുടുംബങ്ങളിൽ സൗത്ത് ലൈനിൽ നിന്നുള്ളവൾ. വീട്ടുകാരുടെ പൊന്നോമന പുത്രി. എന്ത്? മേഘ സൗത്ത് ലൈനിൽ നിന്നുള്ള കുട്ടിയാണെന്നോ? മൂർത്തി ഞെട്ടി. സമ്പത്തിന്റെ മാനദണ്ഡത്തിൽ അവിടെയുള്ളവരെ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് ലൈനുകളാക്കി തിരിക്കുന്ന പതിവ് പണ്ട് മുതലേ ഉണ്ട്. ഏറ്റവും ഉന്നതരായവർ വെസ്റ്റിലും അതില് താഴെയുള്ളവർ യഥാക്രമം സൗത്ത്, ഈസ്റ്റ്, നോർത്ത് എന്നിങ്ങനെയുമായിരുന്നു തരംതിരിക്കപ്പെട്ടത്. ഇത്ര വലിയ കുടുംബത്തിലൊരു കുട്ടി ചേതന ടീച്ചറായി സെലക്ട് ചെയ്യുന്നു. അത് മാത്രമല്ല, അവളുടെ ചേട്ടൻ ദർശൻ 2 വർഷമായി ഇവിടെ പഠിക്കുന്നു. എല്ലാ ടെസ്റ്റിലും ടോപ്പ് 10 ഒരാളാണവൻ. അങ്ങനെയുള്ള അവന്റെ സിസ്റ്റർ ഇവന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. വെറും ലക്ക് കൊണ്ടാണ് നീ കളിക്കുന്നത്, മൂർത്തി വിശ്വസിക്കാനാവാതെ പറഞ്ഞു. അത് ശരി, കഷ്ടപ്പെട്ടത് മുഴുവൻ ഞാൻ, ക്രെഡിറ്റ് മുഴുവൻ ലക്കിനും, ചേതൻ മനസ്സിലോർത്തു. അതെ സാർ, ഇവന്റെ ലക്കും ആ പെങ്കൊച്ചിന്റെ ബാഡ് ലക്കും, സുധി പരിഹസിച്ചു. കറക്റ്റ്. ഇനി അടുത്ത സ്റ്റുഡന്റ് ആരാ നോക്ക്, പല്ല് കടിച്ചുകൊണ്ട് മൂർത്തി പറഞ്ഞു. അടുത്ത സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് വായിച്ചതും സുധിയുടെ പരിഹാസ ചിരി താനെ മാറി. പേര് സാറ. സ്റ്റുഡൻസ് എലിജിബിലിറ്റി ടെസ്റ്റിൽ 7ാം റാങ്ക്. നാട്ടുകൂട്ടത്തലവന്റെ മകൾ. അതും കൂടെ കേട്ടപ്പോൾ മൂർത്തിക്ക് തന്റെ നെഞ്ച് വേദനിക്കുന്നത് പോലെ തോന്നി. മലയുടെ മുകളിൽ നിന്നും നദി ഒഴുകി വരും പോലെ അയാളുടെ ദേഹത്തു നിന്നും വിയർപ്പൊഴുകി വന്നു. അയാൾക്ക് സാറയെ കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു. ഏതൊരു ടീച്ചറും ആഗ്രഹിക്കുന്ന കുട്ടികളിൽ ഒരാളായിരുന്നു സാറ. മാജിക് സ്കൂളിൽ ചേരുന്നതിന് മുമ്പ് തന്നെ അവൾ പ്രശസ്തയായിരുന്നു. നാട്ടുകൂട്ടത്തലവന്റെ മകൾ എന്നാൽ ആ നാട്ടിലെ രാജകുമാരി എന്ന് വേണമെങ്കിൽ അവളെ പറയാം. അഴകിൽ മാത്രമല്ല പരിജ്ഞാനത്തിലും മുന്നിട്ട് നിൽക്കുന്നവൾ. സാറയെ പോലൊരു കുട്ടിയെ കിട്ടാൻ ടീച്ചേഴ്സ് തമ്മിൽ പന്തയം പോലും വെച്ചേക്കാം. അങ്ങനെയുള്ളപ്പോൾ അവൾ ചേതനെ തെരഞ്ഞെടുത്തതിൽ അയാൾക്ക് അരിശം തോന്നി. സാറയോ? അവൾക്കെന്താ വട്ടായോ? അവളെ എന്തു പറഞ്ഞാലും പറ്റിച്ചത്, മൂർത്തി പറഞ്ഞു. അതിന്റെ ഭാവി പോയി, അല്ലാതെന്താ? അവിടെ കൂടി നിന്നവരിൽ ചിലർ പിറുപിറുത്തു. ഇവിടെ
എന്തൊക്കെയാ നടക്കുന്നേ? കേട്ടിട്ട് എനിക്ക് അച്ചാക്ക് വരുന്ന തോന്നുന്നേ എന്ന് മൂർത്തി പറഞ്ഞതും സുധി അയാളെന്ന് നോക്കിയിട്ട് ഋഷി, ആനന്ദ് എന്നിവരുടെ ഡീറ്റെയിൽസ് കൂടെ വായിച്ചു. അവർ രണ്ടുപേരും ബാക്കിയുള്ളവരെ പോലെ അത്ര പേരുകേട്ടവർ അല്ലാത്തതുകൊണ്ട് മൂർത്തി ഒന്ന് നെടുവീർപ്പിട്ട് തന്റെ ദേഹത്തെ വിയർപ്പൊക്കെ തുടച്ചു കളഞ്ഞ് അവിടെ ഇരുന്നു. എന്നിരുന്നാലും ഋഷിയും ആനന്ദും അത്ര മോശമായിരുന്നില്ല. ഋഷി എഡ്വിന്റെ പ്രിയപ്പെട്ടവനും ആനന്ദ് ട്രൈഡന്റിൽ പ്രഗത്ഭനുമായിരുന്നു. പക്ഷേ എലിജിബിലിറ്റി ടെസ്റ്റിൽ ചില പിഴവുകൾ ഉണ്ടായതുകൊണ്ട് അവന് തന്റെ മുഴുവൻ കഴിവ് പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ അവൻ ടോപ്പ് 20-ൽ ഒരുവനായി മാറിയനെ. ചേതന്റെ 4 സ്റ്റുഡൻസിന്റെയും ഡീറ്റെയിൽസ് കേട്ട ലോജിസ്റ്റിക് സ്റ്റാഫുകളുടെ മുഖത്ത് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഭാവമായിരുന്നു. ഞെട്ടൽ വിട്ടുമാറിയ മൂർത്തി ചേതന് നേരെ തിരിഞ്ഞു. നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ നിന്റെ സ്റ്റുഡൻസിന് അറിയില്ല. അതവർ എന്തെങ്കിലും മനസ്സിലാക്കിക്കോളും. അവർക്ക് പിടഞ്ഞ അബദ്ധോർത്ത് അവർ തന്നെ നിന്നെ ഇട്ടിട്ട് പോവും. അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു. പിന്നല്ലാതെ ഇവരെ പറ്റി നമുക്കറിയില്ലേ എന്ന് സുധി. ചേതൻ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. അവന്റെ ഒരു ചിരി, ഇതൊന്നും അധിക നാൾ കാണില്ല ചേതൻ, നിന്നെ ഞാൻ അപ്പം എടുത്തോളാം മൂർത്തി പറഞ്ഞു. എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു? എങ്കിൽ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. അതുവരെ മിണ്ടാതിരുന്ന ചേതൻ അവിടെ നിൽക്കുന്നവരെ നോക്കി ചോദിച്ചതും ഇവനിനി എന്താ പറയാനുള്ളത് എന്ന പോലെ അവരെല്ലാം അവനെ നോക്കി. മൂർത്തി കോപത്തോടെ അവനെ നോക്കി. ഇതുകൊള്ള, ഇവന്റെ ദേഷ്യം കണ്ടാ തോന്നുമല്ലോ ഞാനാണ് തോറ്റതെന്ന് ചേതൻ പല്ല് കടിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു. നമ്മുടെ ഡീൽ അനുസരിച്ച് ഞാനാണല്ലോ ജയിച്ചത്, എന്നിട്ടിപ്പോ നേരം കുറയായി, ഇതുവരെ ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തന്റെ മുഷ്ടി ഒന്ന് ചുരുട്ടി ഒരു കൈ കൊണ്ട് മറു കൈ ഒന്ന് തിരുമ്മി ചേതൻ. ഓ, നീ ഞങ്ങൾ അടിക്കാൻ പോവാണോ? അങ്ങനൊരു ആഗ്രഹം കൂടി ഉണ്ടോ നിനക്ക്? നിന്റെ റേഞ്ച് വെച്ച് ഞങ്ങളെ തൊടാൻ പറ്റുന്നു തോന്നുന്നുണ്ടോ? ധൈര്യം ഉണ്ടെങ്കിൽ വാടാ മൂർത്തി വെല്ലുവിളിച്ചു. ചേതൻ മറുപടി ഒന്നും പറയാതെ ഒന്ന് ചിരിച്ചു. എന്താ, ഞങ്ങൾ അടിക്കാൻ പറ്റുമെന്ന് ഓർത്താണോ നീ ചിരിക്കുന്നേ? നിന്നെ ഞാൻ ഇവിടെ ഇട്ട് തല്ലിക്കൊന്നാലും ആരും എന്നോട് ചോദിക്കാൻ വരില്ല. ഇത് എന്റെ ഏരിയയാണ്. ചേതന്റെ കൂസലില്ലായ്മ അയാളെ കോപകുലനാക്കി. ചേതാ, നിന്നെ കാണൊരു പാവത്തെ പോലെയൊക്കെ ഉണ്ട്. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത് വേണോന്ന്. ഞങ്ങൾ വിചാരിച്ച നിന്നെ ഇപ്പൊ തന്നെ സ്കൂളിൽ നിന്നും അടിച്ചോടിക്കാൻ പറ്റും. സുധിയും വിട്ടുകൊടുത്തില്ല. സുധിയുടെയും മൂർത്തിയുടെയും ഉദ്ദേശം അവിടുള്ളവർക്ക് മനസ്സിലായിരുന്നു. പന്തയത്തിൽ ചേതൻ ജയിച്ചാൽ ജാള്യത മറിക്കാൻ എല്ലാവരുടെയും മുന്നിൽ അവനെ ടാർഗറ്റ് ചെയ്ത് ഒറ്റപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. അതുകൊണ്ട് അവർ ശാന്തമായി നിന്നു. ചേതനൊരു മോശം ലേബലുള്ള ടീച്ചറാണ്. എന്നാൽ മൂർത്തിയും സുധിയും അങ്ങനെയല്ല. അവർ എന്ത് ഡിസിഷനും എടുക്കാൻ കഴിവുള്ളവരായിരുന്നു. ചേതൻ എല്ലാത്തിലും പുറകിലായതുകൊണ്ട് അവനെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ പെട്ടെന്ന് പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടു. എന്താ മൂർത്തി സാർ ചേതൻ ഇങ്ങനെ കോർണർ ചെയ്യുന്നേ? അവൻ പാവല്ലേ? എല്ലാവരും തിരിഞ്ഞു നോക്കിയതും അലക്സ് ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും മുന്നോട്ട് വന്നു. നീയോ? നീ ഇപ്പോഴും ഇവന്റെ കൂടെ തന്നെയുണ്ടോ എന്ന് മൂർത്തി ചോദിച്ചു. ഇതാര്, അലക്സ് സാറോ? സാറ് എപ്പോഴാ പ്യൂൺപണി നിർത്തി ഞങ്ങളുടെ അഡ്വൈസർ ആയത്? സുധി പരിഹാസത്തോടെ ചോദിച്ചു. ഓ, ലോജിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിലെ ലോജിക് ഇല്ലാത്ത നിങ്ങളെ രണ്ടാളെയും അഡ്വൈസ് ചെയ്യാൻ നമ്മൾ ആര്? പന്തയത്തിൽ തോറ്റതും പോരാ, ജയിച്ചവനെ വെറുതെ കയറി ചൊറിയുകയും ചെയ്യുന്നു. കഷ്ടം. അതേ പരിഹാസത്തോടെ തിരിച്ചു ചോദിച്ചു അലക്സ്. അത് കേട്ടതും ചുറ്റുമുള്ളവർക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. ഷട്ടപ്പ്! ഒരു പ്യൂൺ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫിനെ അപമാനിക്കുന്നത് കണ്ട് എല്ലാവരും ചിരിക്കുകയാണോ? അയാൾ ദേഷ്യത്തോടെ അലറി. എന്താ അലക്സ്, നാവിന് നല്ല നീട്ടം കൂടുന്നുണ്ടല്ലോ. എന്താ, നിനക്കും നിന്റെ ഫ്രണ്ടിന്റെ കൂടെ ഈ സ്കൂളിൽ നിന്ന് പുറത്തു പോണോ? സുധി ചോദിച്ചു. അലക്സ് അവന് മറുപടി കൊടുക്കാൻ തുനിഞ്ഞതും വിട്ടേക്ക് അലക്സ്, ഇവിടെ ആരാ തോറ്റെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ 0 ആണെന്ന് അവർ പറയുന്നു. അപ്പോ എന്നോട് തോറ്റ അവർ ഏത് നിലയിലുള്ളവരായിരിക്കും? ചേതൻ ഒരു ചിരിയോടെ ചോദിച്ചു. എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ച് ദേഷ്യത്തോടെ സുധി അവനെ അടിക്കാനായി കയ്യോങ്ങി. സുധി ലോജിസ്റ്റിക് സ്റ്റാഫ് മാത്രമായിരുന്നില്ല, അറിയപ്പെടുന്ന ഒരു ഫൈറ്റർ കൂടിയാണ്. അതും ലെവൽ 4-ലുള്ള ഒരാൾ. ഒരു ഫൈറ്ററിന് 9 നിലകൾ ഉണ്ടായിരുന്നു. ഡോൺ 1, ഡോൺ 2, അങ്ങനെ 9 എണ്ണം. ഓരോ നിലയ്ക്കും 4 സബ് ലെവൽസ്. ഫസ്റ്റ് ലെവൽ, മിഡിൽ ലെവൽ, ഇന്റർമീഡിയറ്റ് ലെവൽ ആൻഡ് ലാസ്റ്റ് ലെവൽ ആയതിനാൽ അടുത്തടുത്ത 2 ലെവലുകൾ തമ്മിൽ വലിയ അന്തരമുണ്ട്. ഒന്നിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് എത്തുന്നത് വളരെ കഠിനമായ ടാസ്കാണ്. ലെവലപ്പ് ചെയ്യാൻ ചിലപ്പോൾ വർഷങ്ങൾ നീണ്ട പരിശ്രമങ്ങൾ തന്നെ വേണ്ടിവരും. ചേതൻ ഡോൺ 3-ലുള്ള ഫൈറ്റർ ആണ്. എന്നാൽ സുധി ഡോൺ 4 ലെവലിലുള്ള ആളായിരുന്നു. ചേതനേക്കാൾ
ഒരു ലെവൽ മാത്രമേ മുൻപിലുള്ളൂവെങ്കിലും സുധിയുടെ സ്ട്രെങ്ത് അവനേക്കാൾ വളരെ കൂടുതലാണ്. ചേതന് നേരെ കുതിച്ച സുധിയുടെ കൈ ചേതന്റെ മുഖത്ത് പതിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വലിയ ശബ്ദം അവിടെ മുഴങ്ങിക്കേട്ടു. സുധി കവളിൽ കൈവച്ച് രണ്ടടി പിന്നിലേക്ക് തെറിച്ചുപോയി. സുധിയുടെ മുഖത്തെ പാട് കണ്ട് എല്ലാവരും ഞെട്ടലോടെ നോക്കി. ഡോൺ 4 ലെവലുള്ള ഒരാളുടെ ശക്തി, എല്ലുകളും പേശികളും വളരെ മൃദുവായിരിക്കും, പക്ഷേ അവരുടെ ശക്തി ഉയർന്നു തന്നെയിരിക്കും. ഡോൺ 3 ലെവലും ഡോൺ 4 ലെവലും തമ്മിലുള്ള വ്യത്യാസം ആനയും ഉറുമ്പും പോലെ ആണെന്നിരിക്കെ ചേതന്റെ ഒറ്റയടിക്ക് സുധിയുടെ മുഖം ചുവന്ന് വലിയ പാട് വന്നത് കണ്ട് എല്ലാവരും ഞെട്ടി. വളരെ ഷോട്ട് ചെയ്താ, ഇത്രയും നാൾ നിന്റെ ഈ പവറൊക്കെ എവിടെയായിരുന്നു? അത്ഭുതത്തോടെ അലക്സ് ചോദിച്ചു. ഇത് ആ പഴയ ചേതൻ തന്നെയാണോ? ഡോൺ 3 സ്റ്റേജിലുള്ളവൻ സുധി എങ്ങനെ അടിച്ചല്ലോ? വിശ്വസിക്കാനാവുന്നില്ല. അവിടെ കൂടി നിന്നവർ പറഞ്ഞു. എന്താ മൂർത്തി സാർ, സുധിയുടെ മുഖത്ത് ഇത്രയും വലിയ പാട് വന്നതും ലക്കാണോ, അതോ ഇപ്പൊ വിശ്വാസം വന്നോ? അലക്സ് പരിഹാസത്തോടെ ചോദിച്ചു. മൂർത്തിക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. മൂർത്തി സാർ, പേടിക്കണ്ട. സുധി ഇന്ന് ചിലപ്പോ വീക്കായിരുന്നിരിക്കണം. സാർ നോക്കിക്കോ, ഇവന്റെ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് മൂർത്തിയുടെ ശിങ്കടികളിൽ ഒരാൾ മുന്നോട്ട് വന്നു. ഡോൺ 4 ലെവലിലുള്ള ആളെന്ന് തോന്നിക്കും വിധത്തിൽ അയാളുടെ ശരീരം വലിപ്പമുള്ളതായിരുന്നു. അയാൾ ചേതന്റെ മുന്നിൽ വന്ന് അവന്റെ മുഖത്ത് ഒറ്റ അടി കൊടുത്തു. എന്താ ഇനിയും കാണണോ എന്ന് വീറോടെ ചോദിച്ച അയാൾ വീണ്ടും അടിക്കാൻ ഓങ്ങിയതും എന്ന ഒരു ശബ്ദം അവിടെ മുഴങ്ങിക്കേട്ടു. ചേതന്റെ അടി കൊണ്ട് അയാൾ തല കറങ്ങി താഴെ വീണു. വേറെയും 2 പേർ വന്ന് അവൻ അടിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവരുടെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല. ചേതൻ അടിക്കാൻ വന്നവരൊക്കെ പറക്കുകയാണല്ലോ. അലക്സ് കൈ കൊട്ടി ചിരിച്ചു. ചേതന്റെ കയ്യിൽ നിന്നും വാങ്ങിക്കൂട്ടിയവരൊക്കെ ഡോൺ 4 ലെവലിലുള്ളവരായിരുന്നു എന്ന് മനസ്സിലാക്കിയ മൂർത്തി നിന്നു വീർത്തു. വാടാ, നമുക്കവന് ഒരുമിച്ച് നേരിടാം. ഒടുവിൽ ധൈര്യം വീണ്ടെടുത്ത് അവിടെയുള്ള 2 പേരെ നോക്കി അയാൾ പറഞ്ഞു. മൂർത്തിയും അയാളുടെ 2 ശിങ്കടികളും ഒരുപോലെ ചേതന് നേരെ ചീറിയെടുത്തു. ഇവന്മാർക്ക് കിട്ടിയതൊന്നും പോരെ. തനിക്ക് നേരെ വരുന്ന തടിമാടന്മാരെ നേരിടാൻ തയ്യാറായി ചേതൻ നെഞ്ചു വിരിച്ചു നിന്നു. മൂർത്തി അലറിക്കൊണ്ട് ചേതനെ അടിക്കാൻ ഓങ്ങിയതും ചേതൻ അയാളുടെ അടിവയറ്റിൽ തന്റെ മുഷ്ടി ചുരട്ടി ഒറ്റ ഇടി വെച്ചു കൊടുത്തു. ഇടിയുടെ ആഘാതത്തിൽ മൂർത്തി പിറകിലേക്ക് മറിഞ്ഞു വീണു. അയാൾ ചെന്നു വീണത് തന്റെ പിന്നിലായി ഓടി വന്ന 2 ശിങ്കടികളുടെ ദേഹത്തേക്കായിരുന്നു. മല പോലെയുള്ള മൂർത്തി എലി പോലെയുള്ള അവരുടെ ദേഹത്ത് വീണതും അയാളുടെ അടിയിൽപ്പെട്ട് അവരിരുവരും ചതഞ്ഞു പോയിരുന്നു. കൊള്ളാല കളി, ഒരു വെടിക്ക് 3 പക്ഷി. അലക്സ് പൊട്ടിച്ചിരിച്ചു. നീ 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 എങ്ങനെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വീക്ക് പോയിന്റ്സ് കണ്ടുപിടിച്ചത്? വേദനയിൽ പൊളഞ്ഞുകൊണ്ട് മൂർത്തി ചോദിച്ചു. ഇവിടെയുള്ള എല്ലാവരെക്കാളും 1 ലെവൽ താഴെയുള്ള ചേതൻ ഒരടിയിൽ തന്നെ എല്ലാവരെയും നിലം പതിപ്പിക്കുന്നത് കണ്ട് മൂർത്തിക്ക് വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല. സുധീർണ മുഖത്തും അടികൊണ്ട് നിലത്ത് കിടക്കുന്നവരുടെ ഉള്ളിലും ഇതേ സംശയം തന്നെയായിരുന്നു. മൂർത്തിക്ക് അടിവയറ്റിൽ എന്ന പോലെ മായിക ലോകത്തിലെ എല്ലാവർക്കും ഓരോ വീക്ക് പോയിന്റ് ഉണ്ടായിരുന്നു. ആ പോയിന്റിൽ ഒരു ചെറിയ കുട്ടി അടിച്ചാൽ പോലും അത് അവരുടെ മരണത്തിന് വരെ കാരണമായേക്കും. ആയതിനാൽ ജീവനിൽ കൊതിയുള്ള എല്ലാവരും അത് പുറത്തറിയിക്കാതെ രഹസ്യമായി വെക്കും. ചേതൻ തന്റെ ഉള്ളിലെ ഡെസ്റ്റിനി പുസ്തകം വെച്ച് എല്ലാവരുടെയും വീക്ക് പോയിന്റുകൾ മനസ്സിലാക്കി ആ പോയിന്റിൽ അടിച്ചതുകൊണ്ടാണ് അവനേക്കാൾ ലെവൽ മുന്നിലുള്ള മൂർത്തിയെയും കൂട്ടരെയും വീഴ്ത്താൻ അവനായത്. ചേതന് സ്പെഷ്യൽ പവേഴ്സ് ഉള്ളത് അവർക്കാർക്കും അറിയില്ലല്ലോ. ഡെസ്റ്റിനി പുസ്തകം ഉപയോഗിച്ച് എതിരിൽ നിൽക്കുന്നവന്റെ ജാതകം വരെ അറിയുവാൻ സാധിക്കുന്ന ചേതനെ നോക്കി അത്ഭുതപ്പെടുകയല്ലാതെ അവിടെയുള്ളവർ മറ്റെന്ത് ചെയ്യാൻ? ബെറ്റ് വെക്കാൻ എല്ലാവരും വന്ന് വരി വരിയാൻ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ തോറ്റ കിട്ടുന്ന അടിവാങ്ങാനും അതുപോലെ വന്ന് നിക്കണ്ടേന്ന് ചേതൻ ഒന്ന് കടുപ്പിച്ച് ചോദിച്ചതും അടികൊണ്ട് കിടന്നിരുന്ന ഒരു പ്രൊഫസർ അവശമായി മൂളി. അപ്പൊ അങ്ങനെ വന്ന് നിൽക്കാത്തതിനാണ് ഇപ്പൊ എല്ലാത്തിനും കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് ചേതൻ തന്റെ കൈകൾ പിന്നിലായി കെട്ടി സ്റ്റൈലായി നിന്നു. എടാ ചേത, നീ എങ്ങനെയാണ് ഞങ്ങളുടെ വീക്ക് പോയിന്റ് മനസ്സിലാക്കിയതെന്ന് എനിക്കറിയില്ല. പക്ഷേ നിന്നെ ഞാൻ വെറുതെ വിടുന്നു കരുതണ്ട. നീ ഇവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ പ്രിൻസിപ്പളിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്ത് നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്താക്കും. നോക്കിക്കോ. തന്റെ കുടവേറയിൽ തടവി വേദനയോട് അലറി. ഈ തടിമാടനെ കെട്ടിയതൊന്നും പോരെ, ഇപ്പോഴും ആ തലയിൽ കുരുട്ടുബുദ്ധി മാത്രമാണല്ലോ. അലക്സ് പിറുപിറുത്തു.
നേരായ വഴിയിൽ എന്നെ തോപ്പിക്കാൻ പറ്റില്ലെന്ന് കണ്ടപ്പോ അതിനുവേണ്ടി കുറുക്കുവഴി അന്വേഷിക്കുകയാണോ? ഈ ഡോൺ 3-യിലുള്ള ഞാൻ നിങ്ങളെ അടിച്ചു എന്ന് പറഞ്ഞ അതിന്റെ നാണക്കേട് എനിക്കാണോ നിങ്ങൾക്കാണോ? ചേതൻ പുരികമുയർത്തി ചോദിച്ചതും മൂർത്തിയുടെ മുഖം മാറി. നിന്നെ പോലൊരു വേസിനെ എന്തായാലും ഞാനായിട്ട് ഇവിടുത്തെ ഹീറോ ആക്കില്ല. അല്ലെങ്കിലും നീ ഞങ്ങളെ അടിച്ചെന്ന് പറഞ്ഞ ആരും വിശ്വസിക്കില്ല. അതുകൊണ്ട് വേറൊരു റീസൺ പറയേണ്ടി വരും. അത് അത്രേ ഉള്ളൂ എന്ന് വിക്കി പറഞ്ഞ് മൂർത്തി ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും വേദന കൊണ്ട് അയാൾക്ക് അതിന് സാധിച്ചില്ല. അതുമാത്രമല്ല, നീ ഇവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാ പിന്നെ നിന്നെ സംരക്ഷിക്കാൻ ആരും കാണില്ല. നിന്നെ ഞങ്ങൾ ആളെ വെച്ച് കൊന്നാ പോലും ആരും ചോദിക്കാൻ വരില്ല. സുധി പറഞ്ഞു. അടികൊണ്ട് അയാളുടെ ശബ്ദം വല്ലാതെയായിരുന്നു. ഒരു കാര്യം ചെയ്യ്, നീ എല്ലാവരും മുമ്പിൽ വെച്ച് ഞങ്ങളോട് മാപ്പ് പറ. എങ്കിൽ ചിലപ്പോ നിന്നെ വെറുതെ വിടുന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കാം. ജാളിത മറച്ചു വെച്ച് മൂർത്തി പറഞ്ഞു. മാപ്പ് നോക്കിയിരുന്നോ, ഞാനിപ്പോ പറയും. ചേതൻ മനസ്സിൽ പറഞ്ഞു. ആഹാ, ഇവിടെ എല്ലാവർക്കും എന്നെ പുറത്താക്കാൻ വെറൈറ്റി ഐഡിയാസ് മനസ്സിലുള്ളത് പോലെ ഉണ്ടല്ലോ. എന്നാ ഞാൻ ഐഡിയ പറയട്ടെ. മൂർത്തിക്ക് നേരെ നടന്ന് ചേതൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഇവനെന്ന് നല്ല ഫോമിലാണല്ലോ. ഏത് ബ്രാൻഡാണോ അടിച്ചത്? അതറിഞ്ഞിട്ട് വേണം ഇനി തൊട്ട് അത് വാങ്ങി അടിക്കാൻ. അലക്സ് മനസ്സിലോർത്തു. മിസ്റ്റർ മൂർത്തി, ഒരു മാസം മുമ്പ് ഈ സ്കൂൾ നിങ്ങളുടെ കൺട്രോളിൽ ഇരുന്നപ്പോ ലോക്കർ തകർന്ന് അതിൽ നിന്നും പൈസ കാണാതെ പോയി, ശരിയല്ലേ? ചേതൻ മൂർത്തിയോട് കുത്തി ചോദിച്ചു. അതെ, പക്ഷെ അതെന്തിനാണ് ഇപ്പൊ ഇവിടെ പറയുന്നത്? അതൊരു കുട്ടി കട്ടെടുത്താണ്. അതിവിടെ ആർക്കാണ് അറിയാത്തത്? മൂർത്തി തന്റെ ഇടർച്ച മറച്ചു വെച്ച് കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു. ഓഹോ, എല്ലാവർക്കും അറിയോ? എന്നാ ഈ സ്കൂളിലുള്ളവർക്ക് അറിയാത്ത ഒരു സത്യമുണ്ടല്ലോ. ചേതൻ ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു. എന്ത് സത്യം എന്ന് പതർച്ചയോടെ ചോദിച്ചു മൂർത്തി. ബേബി ബൂ ഇപ്പൊ ഓർമ്മയുണ്ടോ എന്ന് പരിഹസിച്ചുകൊണ്ട് ചേതൻ ചോദിച്ചു. അങ്ങനെയല്ലേ നീ അവളെ വിളിക്കുന്നത്? അവൾക്ക് വേണ്ടിയല്ലേ നീ ഇവിടുന്ന് പണം അടിച്ചു മാറ്റിയത്? ഞാൻ ഇത് പോയി പ്രിൻസിപ്പളിന്റെ അടുത്ത് പറയട്ടെ. ചേതൻ തന്റെ പുരികം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. നിനക്കിതെങ്ങനെ എന്ന് ഞെട്ടലോടെ മൂർത്തി ചോദിച്ചു. അയാളുടെ നെഞ്ചിടിപ്പിന്റെ വേഗം കൂടി. ശരീരം ആകെ വിയർത്തു കുടിച്ചു. ഭീമാകാരനായ അയാളുടെ ശരീരം കിടുകിട വിറയ്ക്കാൻ തുടങ്ങി. ഭയം അയാളുടെ ഉള്ളിൽ കടന്നുകൂടിയിരുന്നു. മൂർത്തിയുടെ കൂടെ എപ്പോഴും നടക്കുന്ന സുധിക്ക് പോലും ഇതൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ ഈ ചേതൻ ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ആലോചിച്ച് അയാളുടെ തല പുകഞ്ഞു. എന്താ സുധി, നിന്നോട് ഒരു പറയാതെ ഇതൊക്കെ മറച്ചു വെച്ചല്ലോ നിന്റെ മൂർത്തി സാർ എന്ന് കളിയാക്കിക്കൊണ്ട് അലക്സ് പറഞ്ഞു. അലക്സേ, അതിനീ സുധിയും അത്ര മോശമൊന്നുമല്ല. 3 വർഷം മുമ്പ് ഇവിടെ പഠിച്ചു വന്നൊരു പെൺകുട്ടിയെ ഇവൻ ഇൻസൾട്ട് ചെയ്തു. അതിന്റെ വിഷമത്തിൽ ആ കുട്ടി പോയി സൂയിസൈഡ് ചെയ്തു. ആ കുട്ടി ഇപ്പോഴും ഇവന്റെ സ്വപ്നത്തിൽ വന്ന് അവനെ പീഡിപ്പിക്കാറുണ്ട്. ഒരു 6 മാസത്തിനു മുമ്പ് ഇവന്റെ മുതുകിൽ ഒരു ചെറിയ കുരു വന്നു. അത് വലുതായി ഇപ്പോൾ മുതുകു മുഴുവനുണ്ട്. അതെല്ലാം ആ കുട്ടിയുടെ പ്രേതം ചെയ്യുകയാണെന്ന് കരുതി പേടിച്ച് ചത്തുകൊണ്ടിരിക്കുക അവൻ. ചേതൻ പൊട്ടിച്ചിരിച്ചു. അമ്പട സുധി, നീ കൊള്ളാലോ. അലക്സ് വാ പൊളിച്ചു. ചേതൻ പറഞ്ഞത് കേട്ട് സുധി നടുങ്ങി. അയാളുടെ കൈകാലുകൾ വിറച്ചു. പേടി നിയന്ത്രിക്കാനാവാതെ അയാളുടെ പാന്റ് വരെ നനഞ്ഞുപോയി. അയ്യേ, എന്തുവാ ഇത്? ഇത്ര പബ്ലിക്കായിട്ട് കാര്യം സാധിച്ചല്ലോ സുധി സാർ. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുപോകില്ലായിരുന്നു ബാത്റൂമിൽ. കളിയാക്കിക്കൊണ്ട് അലക്സ് ചോദിച്ചു. ഞാനെ ഇവിടെ പേടിച്ചിരിക്കുമ്പോ ആണ് അതിന്റെ ഇടയിൽ അവന്റെ എല്ലാം എന്റെ സമയദോഷം എന്ന് പറഞ്ഞാ മതിയല്ലോ. അലക്സിനെ നോക്കി തലയ്ക്ക് കൈവച്ചുകൊണ്ട് സുധി പറഞ്ഞു. ചേതാ, സുധി സാർ എന്തൊക്കെയോ പറഞ്ഞ് തല പൊക്കാൻ നോക്കുന്നുണ്ട്. നീ ഒരു 2 സീക്രട്സ് കൂടെ പറയേ. അലക്സ് ചേതനോട് പറഞ്ഞു. വേണ്ട, പ്ലീസ്, ചേതനോട് ക്ഷമിക്കണം പ്ലീസ് എന്ന് കെഞ്ചിക്കൊണ്ട് സുധി അവന്റെ കാലിൽ വീണു. നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? നീ എന്താ ദൈവമാണോ? അവിടെ ഉണ്ടായിരുന്ന ജസ്റ്റിൻ എന്ന ഒരു സ്റ്റാഫ് ദേഷ്യത്തോടെ ചോദിച്ചു. നീ സുധിയെ കുറിച്ചല്ലേ പറഞ്ഞേ? അതിന് ഇയാളെ നിന്നെ ചൂടാവുന്നേ? ഇനി ഇയാളെ കുറിച്ചൊന്നും പറയാത്തത് കൊണ്ടാണോ? നീ ഒരു കാര്യം ചെയ്, ഇയാൾ ഈ സ്കൂളിൽ ചെയ്ത കാര്യങ്ങൾ കൂടെ പറ. അലക്സ് പറഞ്ഞു. അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്,
പക്ഷെ ഇയാളെ സ്കൂളിൽ ഒരു തെണ്ടിത്തരവും കാണിച്ചിട്ടില്ല. ചേതൻ ഒന്ന് തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു, അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഇയാളെ സ്കൂളിൽ ഒരു തെണ്ടിത്തരവും കാണിച്ചിട്ടില്ല. ചേതൻ ഒന്ന് തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇത് നീ പറഞ്ഞിട്ട് വേണോ എനിക്കറിയാൻ? അഹങ്കാരത്തോടെ അയാൾ പൊട്ടിച്ചിരിച്ചു. നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ചേതനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു, നീ ഈ സ്കൂളിൽ തെണ്ടിത്തരമൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല. ചേതനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു, നീ ഈ സ്കൂളിൽ തെണ്ടിത്തരമൊന്നും കാണിച്ചിട്ടില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നീ തെറ്റേ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ചേതൻ അവനെ നോക്കി തന്റെ കണ്ണുകൾ ഇറക്കി. നീ നീ എന്തൊക്കെ ഈ പറഞ്ഞുണ്ടാക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ജസ്റ്റ് നിന്ന് പരിങ്ങി തുടങ്ങി. നീ തെണ്ടിത്തരം കാണിച്ച് നിന്റെ വീട്ടിലാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നിനക്കൊരു അനിയനുണ്ടായിരുന്നു, അവന് നിന്നെ വലിയ കാര്യവുമായിരുന്നു, ശരിയല്ലേ എന്ന് ചേതൻ ചോദിച്ചതും ആ അതെ എന്ന് ജസ്റ്റിൻ വിക്കലോടെ പറഞ്ഞു. എന്നാൽ നിനക്ക് അനിയനേക്കാൾ സ്നേഹം സ്വത്തിനോടായിരുന്നു. അതുകൊണ്ട് നീ അവനെ വൈനിൽ വിഷം കലർത്തി കൊന്നിട്ട് അത് സൂയിസൈഡാക്കി വരുത്തി തീർത്തു. ക്ലോസ് ചെയ്തിട്ട് കാലം കുറയായി. പക്ഷെ അത് റീഓപ്പൺ ചെയ്യാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തു പറയുന്നു? ഞാൻ ഒന്ന് ശ്രമിക്കട്ടെ എന്ന് ചേതൻ ചോദിച്ചു കഴിഞ്ഞതും ജസ്റ്റിൻ വന്ന് ചേതന്റെ കാലിൽ വീണു. ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് ചേതൻ തിരിഞ്ഞു നിന്ന് നിലത്ത് കിടക്കുന്ന ബാക്കി 2 ശിങ്കിടികളെ നോക്കി. ഞങ്ങളെ കുറിച്ചൊന്നും പറയരുത് പ്ലീസ്, ഞങ്ങളൊരു കംപ്ലൈന്റ് കൊടുക്കൂല, പ്രോമിസ്. അതിലൊരുവൻ വെപ്രാളത്തോടെ കൈകോപ്പി പറഞ്ഞു, അതെ ഞങ്ങളെ വെറുതെ വിടണ, ഞങ്ങൾ അറിയാതെ ചെയ്തതാണ്. രണ്ടാമനും കെഞ്ചാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ഞാൻ എല്ലാവരുടെ കഥ കേട്ടൊന്ന് മൂടായി വരുമായിരുന്നു. അപ്പൊ നിർത്താൻ പറയുന്നോ? അലക്സ് കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു. അലക്സ്, നീ ഒന്ന് വെറുതെ ഇരിക്കി. ചേതൻ സാറിന് ആലോചിക്കാൻ കുറച്ച് സമയം കൊടുക്ക്, ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാതെ. ശിങ്കിടികളിൽ ഒരാൾ പറഞ്ഞു. തങ്ങളുടെ രഹസ്യങ്ങൾ ചേതൻ പുറത്തു പറയുമോ എന്ന പേടിയിൽ ചേതന്റെ മുമ്പിൽ അവർ ഇരുവരും കുമ്പിട്ട് നിന്നു. ചേതൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇനി എന്തെങ്കിലും പറയുമോ എന്ന പേടിയായിരുന്നു അവരിൽ. സത്യം പറഞ്ഞാൽ അവിടെയുള്ള എല്ലാവരിലും ആ പേടി കാണാമായിരുന്നു. ഇവരുടെ രഹസ്യങ്ങളെല്ലാം പ്രിൻസിപ്പൽ അറിഞ്ഞ അതോടെ ഇവരുടെ ഇവിടുത്തെ ജോലി തയ്ക്കും. നമുക്ക് പോയി പറഞ്ഞാലോ ചെയ്താ? അലക്സ് അവനോട് ചോദിച്ചു. അതൊക്കെ കുറഞ്ഞു പോയില്ലേ? ഇവരുടെ ലെവലിന് നമ്മൾ ഇതൊക്കെ പോയി പോലീസിന്റെ അടുത്താണ് പറയേണ്ടത്, അല്ലേ മൂർത്തി സാർ? മൂർത്തി സാറിന് അറിയാത്ത നിയമമുണ്ടോ അല്ലേ? ചേതൻ പുച്ഛത്തോടെ ചോദിച്ചു. ചേതാ പ്ലീസ്, ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്. ഇനി നിന്റെ മുന്നിൽ പോലും ഞാൻ വരില്ല. പ്ലീസ് എന്നെ വെറുതെ വിടണം. അവന്റെ മുന്നിൽ തല കുനിച്ച് മൂർത്തി കെഞ്ചി. ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ, ഈ ഒരു തവണത്തേക്ക് ഒന്ന് ക്ഷമിക്കേ. ഇനി ഞങ്ങൾ ആർക്കും ഉപദ്രവം ചെയ്യില്ല, ഞങ്ങളെ വെറുതെ വിട്ടൂടെ പ്ലീസ് എന്ന് സുധിയും. അതിന്റെ പിന്നാലെ ബാക്കിയുള്ള ശിങ്കിടികളും കാല് പിടിച്ച് കെഞ്ചാൻ തുടങ്ങി. അലക്സ് അവരുടെ പേടിയും വെപ്രാളവും കണ്ട് തലയിൽ കൈവച്ച് ചിരിച്ചു. നിങ്ങളെ വെറുതെ വിടണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ കേൾക്കണം. എന്നെ ചൊറിയാൻ ഒറ്റൊരെണ്ണം ഇനി വന്നു പോകരുത്. എന്റെ മെക്കിട്ട് കയറാൻ വന്നാ ഇപ്പൊ വിട്ടതുപോലെ അപ്പൊ വെറുതെ വിട്ടെന്ന് വരില്ല. ചേതൻ അവർക്ക് താക്കീത് നൽകി. സത്യമായിട്ടും നിന്റെ അടുത്ത് പോലും ഞങ്ങൾ വരില്ല ചേതാ. ഞങ്ങള് വെറുതെ വിട്ടാ മാത്രം മതി പ്ലീസ് എന്ന് മൂർത്തിയും കൂട്ടരും അപേക്ഷിച്ചു. ഒരു തവണ, ഒരേ ഒരു തവണ ഞാൻ നിങ്ങളെ വെറുതെ വിടാം. ബട്ട് നെക്സ്റ്റ് ടൈം ഞാൻ വാണിംഗ് പോലും തന്നെന്ന് വരില്ല. അന്ന് നിങ്ങളുടെയൊക്കെ ലാസ്റ്റ് ഡേ ആയിരിക്കും. പറഞ്ഞത് മനസ്സിലായല്ലോ? ഒരു ആക്ഷൻ ഹീറോയെ പോലെ ചേതൻ പറഞ്ഞു. അത് കേട്ടതും ആശ്വാസത്തോടെ അവരെല്ലാം വേഗത്തിൽ തലയാട്ടി. ഡെസ്റ്റിനി പുസ്തകത്തിലൂടെ ഒരാളുടെ ബലം, ബലഹീനതകൾ, നല്ല ഗുണങ്ങൾ, രഹസ്യങ്ങൾ അങ്ങനെയെല്ലാം കാണാൻ സാധിക്കുന്നത് കൊണ്ട് ഒന്നിനെ കുറിച്ചും ചേതൻ ഭയപ്പെട്ടിരുന്നില്ല. ഒരു പേജ് മറിച്ചാൽ തനിക്ക് ആരെക്കുറിച്ചും എന്തും അറിയാൻ സാധിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. സത്യത്തിൽ തന്റെ കയ്യിലുള്ള ആ ശക്തി തന്നെ ഒരു ദൈവതുല്യനാക്കുന്നു എന്നവൻ മനസ്സിലാക്കി. ചേതാ, നീ എന്നു മുതലാണ് ഇത്ര കറക്റ്റായിട്ട് ജോത്സ്യം പറയാൻ പഠിച്ചത്? അലക്സ് അവന്റെ ചെവിയിലായി ചോദിച്ചു. അറിയണമെന്ന് നിർബന്ധമാണോ? ചേതൻ ചോദിച്ചു. അതെ അതെ, ഇല്ലെങ്കിൽ എനിക്കിനി രാത്രി ഉറക്കം വരില്ല, അലക്സ് ഇളിച്ചുകൊണ്ട് പറഞ്ഞു. എന്നൊരു കണ്ടീഷനുണ്ട്. ഞാൻ നിന്നെ കുറിച്ചും ജോത്സ്യം പറഞ്ഞു തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെ ജോത്സ്യം പഠിച്ചു എന്ന് പറയാം. ചേതൻ ഒരു കണ്ണിറുക്കി ചോദിച്ചതും വേണ്ടാത്തോണ്ട, നീ എന്നെ കുറിച്ച് ജോത്സ്യം പറയണ്ട, നീ അതെങ്ങനെ പഠിച്ചൊന്നും പറയണ്ട എന്ന് കൈകൂപ്പി അലക്സ് പറഞ്ഞു. അത് കേട്ട് ചേതൻ ചിരിച്ചു. വന്നിട്ട് എത്ര നേരമായി,
എന്നിട്ടും വന്ന കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം നടന്നു എന്ന് ചേതൻ പറയുന്നത് കേട്ടതും മൂർത്തി തന്നെ തന്റെ മല പോലെയുള്ള ശരീരം അനക്കി എഴുന്നേറ്റ് വേഗം ഉള്ളിലെ റൂമിലേക്ക് പോയി അവിടെ നിന്നും ഒരു സ്വർണ്ണ നിറത്തിലുള്ള പെട്ടി എടുത്തുകൊണ്ട് വന്നു. ഇതാ സാർ. സാറ് എത്ര ഐ ഡി കാർഡ് വേണേലും എടുത്തോളൂ. മൂർത്തി അതിവിനയത്തോടെ പെട്ടി ചേതന് നേരെ നീട്ടി. ആഹാ, ഈ മര്യാദക്ക് നേരത്തെ എവിടെയായിരുന്നു? അതങ്ങ് ആദ്യമേ ചെയ്തിരുന്നെങ്കിൽ ഈ പൊല്ലം വേണമായിരുന്നു. ചേതൻ പൊട്ടിച്ചിരിച്ചു. അധ്യായം 11. ചേതൻ ലോജിസ്റ്റിക്സ് ബിൽഡിങ്ങിൽ നിന്നും പുറത്തേക്ക് വന്നു. അവന്റെ കണ്ണിൽ വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. പഴയ ചേതനാണ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ സാഹചര്യത്തിൽ ഇതൊന്നും ആയിരിക്കില്ല നടന്നിട്ടുണ്ടാവുക. ചേതന്റെ ഉള്ളിലുള്ള ജഗന്റെ ആത്മാവും ഡെസ്റ്റിനി പുസ്തകവും സംഭവങ്ങൾ ഇവിടെ വരെ കൊണ്ടെത്തിച്ചു. ലൈബ്രറിയും വീടും മാത്രമായി ജീവിച്ച ജഗന്റെ ആത്മാവും കള്ളുകൂടി മാത്രം ലക്ഷ്യമാക്കി ജീവിതം പാഴാക്കിയ ചേതന്റെ ശരീരവും മായിക ലോകത്ത് ഒരു പുതിയ ജീവിതം ജീവിക്കാൻ തുടങ്ങിയിരുന്നു. മെല്ലെ വീശുന്ന ഇളം കാറ്റിൽ ചേതൻ തന്റെ കണ്ണുകൾ അടച്ച് ഒരു ദീർഘ നിശ്വാസം എടുത്തു. തനിക്ക് ലഭിച്ച ഡെസ്റ്റിനി എന്ന മാജിക്കൽ പുസ്തകം കൊണ്ട് ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാനാവുമെന്ന ആത്മവിശ്വാസം അവനിലുണ്ടായി. ഇത് തനിക്ക് നൽകിയ അച്ഛന് അവൻ മനസ്സാൽ നന്ദി പറഞ്ഞുകൊണ്ട് തന്റെ കണ്ണുകൾ മെല്ലെ തുറന്നു. എന്നെ വിട്, എനിക്ക് പോണം, എനിക്ക് മരിക്കണം, പ്ലീസ് എന്നെ വിട്. പെട്ടെന്ന് ഒരു ശബ്ദം ചേതന്റെ ചെവിയിൽ വന്നു. അവൻ ആ ശബ്ദം വരുന്ന ദിശയിലേക്ക് നോക്കി. 18 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു തടിച്ചുരുണ്ട പയ്യൻ പുഴക്കരയിൽ മുന്നോട്ടും പിന്നോട്ടും നടക്കുന്നത് കണ്ടു. ചാടി മരിക്കാൻ പോകുന്നത് പോലെ പുഴയിലേക്ക് പോവുകയും അതേപോലെ തന്നെ പുറകിലേക്ക് വരികയും ചെയ്യുന്നു. ചുറ്റും ആളുകൾ ഉണ്ടെങ്കിലും ആരും അതത്ര കാര്യമാക്കിയിരുന്നില്ല. ആരും തടയാൻ ശ്രമിച്ചതുമില്ല. അതോടെ ഇതവന്റെ വെറും പ്രഹസനമാണെന്ന് മനസ്സിലാക്കിയ ചേതൻ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് നടന്നു. എന്നാൽ മാജിക് അക്കാദമിയിൽ നിന്നും വരുന്ന ചേതനെ കണ്ടതും ആ പയ്യൻ ഓടി വന്നു. ഒരു മല ഉരുണ്ട് വരുന്നത് പോലുണ്ടല്ലോ എന്ന് ചേതൻ ചിന്തിക്കവേ അവൻ ചേതന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയാൻ തുടങ്ങി. സാർ പ്ലീസ് സാർ, ഞാൻ തടിച്ചിരിക്കുന്നോണ്ട് എന്നെ ആരും ഇവിടെ സ്റ്റുഡന്റായി ചേർക്കുന്നില്ല. സാറാണ് എന്റെ ആകെ പ്രതീക്ഷ. സാറെങ്കിലും എന്നെ സ്റ്റുഡന്റായി ചേർക്കണം സാർ, പ്ലീസ് സാർ. ആ പയ്യൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇത്ര വലിയ ശരീരം വെച്ച് നീ ഇങ്ങനെ കിടന്ന് മോങ്ങാതറ, മര്യാദക്ക് എന്നെ കാലിന്ന് വിട്. ചേതൻ പറഞ്ഞു. പറ്റില്ല സാർ, സാർ എന്നെ ചേർന്നു. ആ പയ്യൻ അവന്റെ കാലിൽ ഒന്നുകൂടെ മുറുക്കി പിടിച്ചു. ഇത് വലിയ കുരിശായല്ലോ, ചേതൻ മനസ്സിലോർത്തു. പോത്തുപോലെ വളർന്നിട്ട് ഇങ്ങനെ കിടന്ന് കരയാൻ പാടുണ്ടോ? ഇങ്ങ് എഴുന്നേക്ക്, എന്നിട്ട് എന്താ നിന്റെ പ്രശ്നം എന്ന് പറ. അവനെ പിടിച്ച് എഴുന്നേപ്പിച്ചുകൊണ്ട് ചേതൻ പറഞ്ഞു. എഴുന്നേറ്റ് നിന്നെങ്കിലും അവൻ കരച്ചിൽ നിർത്തിയില്ല. ഓ മതി കരഞ്ഞത്, നിന്റെ പ്രശ്നം പറയാതെയും അവൻ വീണ്ടും ചോദിച്ചു. സാർ, ഞാനിവിടുത്തെ 10ലധികം പ്രൊഫസേഴ്സിനെ കണ്ടു. അവരാരെന്നെ സ്റ്റുഡന്റായി ചേർത്ത് കാണുമ്പോ തന്നെ അവരെന്നെ രൂപം കൊണ്ട് എന്നെ റിജക്ട് ചെയ്യും. സാറെങ്കിലും കരുണുണ്ടായി എന്നെ ചേർക്കണം പ്ലീസ്. അവന് കരച്ചിൽ നിയന്ത്രിക്കാനായില്ല. എടാ മോനെ, ഒന്നാമത്തെ കാര്യം, ആരുടെ അടുത്ത് പോയി കിടന്ന് കെഞ്ചിയിട്ട് അവരിൽ നിന്നും അനുകമ്പ പ്രതീക്ഷ നിൽക്കരുത്. പകരം നിന്റെ കഴിവ് കാണിച്ച് ചാൻസ് ചോദിക്കണം. ഞാനും നിന്നെ വെറുതെ ഒന്നും ചേർക്കാൻ പോകുന്നില്ല. ആദ്യം നിന്റെ കഴിവ് കാണിക്ക്, എന്നിട്ട് നിന്നെ ചേർക്കുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കാം. ചേതൻ പറഞ്ഞത് കേട്ട് അവൻ തേങ്ങി കരഞ്ഞുകൊണ്ട് ശില പോലെ ചേതന്റെ മുന്നിൽ നിന്നു. ഇതൊരു നടക്കി പോകില്ലെന്ന് മനസ്സിലാക്കി ചേതൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ഇത് കണ്ട ആ പയ്യൻ അവന്റെ കാലിൽ വീണ്ടും ചുറ്റിപ്പിടിച്ച് കിടന്ന് കരയാൻ തുടങ്ങി. ഇവനെ കൊണ്ട് വലിയ ശല്യമല്ലോ. കഴിവ് കാണിക്കാൻ പറഞ്ഞ കല്ല് പോലെ നിന്നിട്ട് എന്താ കാര്യം? ചേതൻ പല്ല് കടിച്ചുകൊണ്ട് ഓർത്തു. സാർ സാർ പ്ലീസ് സാർ. അവന്റെ കരച്ചില് കേട്ട് ദേഷ്യം വന്ന ചേതൻ അവന്റെ കൈ തന്റെ കാലിൽ നിന്നും തട്ടിമാറ്റാൻ ശ്രമിച്ചതും അവൻ മണ്ണിലേക്ക് ഉരുണ്ടു മറിഞ്ഞു വീണു. ഇങ്ങനെ കിടന്ന് കാല് പിടിക്കുന്നതാണോ നിന്റെ കഴിവ്? ചേതൻ അവനോട് ദേഷ്യത്തിൽ ചോദിച്ചു. അത് കേട്ട് അവിടെ ഉണ്ടായിരുന്നവർ ചിരിക്കാൻ തുടങ്ങി. നാണക്കേട് തോന്നിയ ആ പയ്യൻ മദം പൊട്ടിയ ആനയെ പോലെ പൊടി തെറിപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു. സാർ, സാറിന് എന്റെ കഴിവല്ലേ കാണേണ്ടത്, താൻ നോക്കിക്കോ എന്ന് പറഞ്ഞ് അവിടെ കിടന്നിരുന്ന കോൺക്രീറ്റ് കല്ലെടുത്ത് തന്റെ തലയിലടിച്ചു. ആ കല്ല് രണ്ടായി പിളർന്ന് താഴേക്ക് വീണു. അതുകൊണ്ട് മാത്രം നിർത്താതെ അവൻ വേറെയും ചില കോൺക്രീറ്റ് കല്ലുകൾ എടുത്ത് കൈകൊണ്ടും കാലുകൊണ്ടും അടിച്ചു പൊട്ടിച്ചു. ആദ്യ കാഴ്ചയിൽ അത് വെറും പൊട്ടത്തരമായി തോന്നിയെങ്കിലും ആ കല്ലുകളെല്ലാം വലിപ്പമുള്ളതാണെന്ന് ചേതൻ മനസ്സിലാക്കി. ഇതും ഒരു തരം ആയോധന കലയാണെന്നും അത് വെറും നിസ്സാരമായാണ് അവൻ ചെയ്തതെന്നും
അവൻ ചിന്തിച്ചു. അവനത്ര മോശപ്പെട്ടവനൊന്നുമല്ല. ഈ നേരത്ത് ചേതന്റെ മനസ്സിൽ ഡെസ്റ്റിനി പുസ്തകം തുറന്നു വന്നു. അതിൽ ആ പയ്യന്റെ വിവരങ്ങൾ കാണിക്കാൻ തുടങ്ങിയതും അത് അത്ഭുതത്തോടെ നോക്കി ചേതൻ. വിവേക്, ഡോൺ 1 ഫൈറ്റർ, കുറവുകൾ 18. നമ്പർ 1, അവന്റെ ഉള്ളിലുള്ള രാജവംശ രക്തം ഇനിയും ആക്റ്റീവായിട്ടില്ല. നമ്പർ 2, കാലുകളാണ് അവന്റെ വീക്ക് പോയിന്റ്. ഡെസ്റ്റിനി പുസ്തകത്തിലെ രാജരക്തത്തെക്കുറിച്ചുള്ള സൈഡ് നോട്ട് കണ്ട് ചേതൻ അത്ഭുതത്തോടെ നോക്കി. അതിങ്ങനെയായിരുന്നു: മായിക ലോകത്ത് രാജരക്തം വളരെ പ്രത്യേകത ഉള്ളതാണ്. അതുള്ളവർ സാധാരണക്കാരല്ല. അവരെ ആരെക്കൊണ്ടും തോൽപ്പിക്കാനാവില്ല. കാരണം അതിനെന്തും നടത്താനുള്ള ശക്തിയുണ്ട്. രാജരക്തമുള്ളതിനാലാണ് വിവേകിന്റെ ശരീരം മറ്റുള്ളവരെക്കാൾ വലിപ്പമുള്ളതായത്. ഈ ഗുണ്ടുമായക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ലെന്ന് തോന്നുന്നു. ചേതൻ സംശയിച്ചു. അവൻ തന്റെ ശക്തി തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളത് അവന്റെ നടപ്പിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. ചേതന്റെ കണ്ണിൽ ഒരു പ്രതീക്ഷയുടെ തിളക്കം വന്നു. രാജരക്തം വളരെ സവിശേഷതകൾ നിറഞ്ഞതാണ്. അതിൽ തന്നെ വിവേകിന്റേത് പുരാതന കാലത്തെ രാജരക്തമാണ്, ഏറ്റവും പവർഫുൾ ആയത്. ഇതൊന്നും അറിയാതെയാണ് വിവേകിനെ മറ്റുള്ള ടീച്ചേഴ്സ് റിജക്ട് ചെയ്തത്. അവന്റെ ഉള്ളിലുള്ള ശക്തി എന്തെന്ന് അവന് പോലും അറിയില്ലല്ലോ. കാട്ടിൽ ആറാടേണ്ട ആന റോഡിലിറങ്ങി പിച്ചിയെടുക്കുന്നത് പോലെയായിരുന്നു വിവേകിന്റെ അവസ്ഥ. ഇവൻ എനിക്കടിച്ച ലോട്ടറി ഒന്ന് വിട്ടുകളയണ്ട എന്ന് മനസ്സിലോർത്ത് അവൻ ആ വിവേകിന്റെ മുന്നിൽ വന്നു നിന്നു. ഡാ മോനെ, ഇന്നു മുതൽ ഞാനാണ് നിന്റെ പ്രൊഫസർ, നീ എന്റെ സ്റ്റുഡന്റും. എന്താ, സന്തോഷായില്ലേ? തന്റെ പോക്കറ്റിൽ നിന്നും ഒരു പുതിയ ID കാർഡ് എടുത്ത് അതിൽ തന്റെ രക്തമുറ്റിച്ച് വിവേകിനെ നേരെ നീട്ടി. എന്ത്? സത്യമായിട്ടും സാറ് എന്നെ സാറിന്റെ സ്റ്റുഡന്റ് ആക്കുവോ? എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. തന്റെ വലിയ ശരീരം കുലുക്കിക്കൊണ്ട് വിവേക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. മറിച്ചൊന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ ഒരു കത്തിയെടുത്ത് അവനും തന്റെ വിരലിന്റെ തുമ്പ് മുറിച്ച് ആ രക്തം ആ ID കാർഡിലിട്ടു. അങ്ങനെ എനിക്കും ടീച്ചറിനെ കിട്ടിയേ. അവരുടെ ബന്ധം ഔദ്യോഗികമായതോടെ അവൻ കൈകൊട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു ടീച്ചറിന്റെ നിലവാരം അവന്റെ കുട്ടികളെ വെച്ചും ഒരു കുട്ടിയുടെ നിലവാരം ആ കുട്ടിയുടെ ടീച്ചറെ വെച്ചുമാണ് തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ളപ്പോ ഒരു വേഴ്സ്റ്റ് ടീച്ചർ ഒരു വേഴ്സ്റ്റ് സ്റ്റുഡന്റിനെ തന്നെ തെരഞ്ഞെടുത്തല്ലോ. ഇതൊക്കെയാണ് പെർഫെക്റ്റ് മാച്ച് എന്ന് പറയുന്നത്. പിന്നിൽ നിന്നും പരിഹാസത്തോടെയുള്ള ഒരു ശബ്ദം കേട്ടതും ചേതൻ തിരിഞ്ഞു നോക്കി. ഇനി ഏതാണാവോ അടുത്ത മാരണം? അവൻ പുരികം ചുളിച്ചു. അഹങ്കാരത്തോടൊരുവൻ ചേതന് നേരെ നടന്നു വരുന്നു. അവന്റെ കൂടെ ഒരു സുന്ദരിയായ പെൺകുട്ടിയും ഉണ്ടായിരുന്നു. തോളൊപ്പം കിടന്നിരുന്ന ബ്രൗൺ നിറത്തിലെ മുടിയിഴകൾ കാറ്റിൽ അവളുടെ മുഖത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. അതിനിടയിലൂടെ അവളുടെ മുഖം നിലാവ് പോലെ തിളങ്ങി നിന്നു. ചാരുതയോടെ ആ സുന്ദരി അവന്റെ കൂടെ നടന്നു വന്നു. വിമൽ, ശിവന്യ എന്ന 2 പേരുകൾ ചേതന്റെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു. ചേതൻ ആദ്യമായിട്ടാണ് അവരെ കുറിച്ച് കേൾക്കുന്നതെങ്കിലും ആ അക്കാദമിയിൽ തന്നെ അറിയപ്പെടുന്ന പ്രൊഫസേഴ്സ് ആണവർ. വിമൽ അക്കാദമിയിലെ പേര് കേട്ട ഒരു മുൻ പ്രൊഫസറിന്റെ കൊച്ചുമകനാണ്. അവനറിയാത്ത ആരും തന്നെ ആ അക്കാദമിയിൽ ഇല്ല. ശിവന്യക്ക് പറയാൻ പെരുമയേറുന്ന പാരമ്പര്യമൊന്നുമില്ലെങ്കിലും വിമലിനെ പോലെ തന്നെ അറിയപ്പെടുന്ന ഒരുവളാണ് അവളും. ശിവന്യയുടെ സൗന്ദര്യമാണ് അവളുടെ പ്രശസ്തിക്ക് വലിയൊരു കാരണമെങ്കിലും അവളുടെ കഴിവുകളും ചില്ലറയല്ല. അവളുടെ അഴകിൽ മതിമറന്ന് പുറകെ നടക്കുന്ന ആളുകളിൽ ഒരാളാണ് വിമലെങ്കിലും അവൾ അവനെ തന്റെ സഹപ്രവർത്തകനായി മാത്രമാണ് കണ്ടത്. അവിടെ വന്നിട്ട് 1 വർഷമായെങ്കിലും അവളോട് ആരും അടുത്ത് ഇടപഴകാറില്ല. വിമൽ അവസരം കിട്ടുമ്പോഴെല്ലാം ചേതനെ പരിഹസിക്കുന്നതിൽ വിനോദം കണ്ടെത്തിയിരുന്ന ഒരാളാണ്. വിമൽ ഒരു പുച്ഛച്ചിരിയോടെ ചേതന്റെ അടുത്തേക്ക് വന്നു. കൂടെ ശിവന്യയും. നിങ്ങൾ ആരെയാ ഈ വേസ്റ്റ് എന്ന് പറഞ്ഞത്? ചേതൻ ചോദിച്ചു. നിന്നെ തന്നെ. നീയല്ലാതെ ഇവിടെ വേറെ ആരാണ് അങ്ങനെയുള്ളത്? വിമൽ പൊട്ടിച്ചിരിച്ചു. പെമ്പിള്ളേരുടെ മുന്നിൽ ഹീറോയിസം കാണിക്കാൻ സ്വന്തം വില കളയാൻ പോലും മടിക്കാത്ത നീയുണ്ടല്ലോ ഇവിടെ. ഞാൻ കരുതി നീ നിന്നെ തന്നെ പറഞ്ഞതാണെന്ന്. ചേതൻ അവന്റെ മുഖത്തു നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും വിമലിന് ദേഷ്യം വന്നു. അവിടെ ചുറ്റും കൂടി നിന്നവർ ചിരിക്കാൻ തുടങ്ങി. ശിവന്യയും ചേതൻ പറഞ്ഞത് കേട്ട് താഴോട്ട് നോക്കി ചിരിച്ചു. താൻ സ്നേഹിക്കുന്ന പെണ്ണിന്റെ മുമ്പിൽ നാണം കെട്ടതോർത്ത് വിമലിന് ദേഷ്യം വർദ്ധിച്ചു. നീ എന്താ പറഞ്ഞത്? നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന ബോധമുണ്ടോ നിനക്ക്? വിമൽ ദേഷ്യത്തിൽ അലറി. നീ ആരാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും പറയണോ? ചിരിച്ചുകൊണ്ട് ചേതൻ ചോദിച്ചു. ചേതന്റെ അടുത്ത് നിന്ന വിവേകും വാ പൊത്തി ചിരിക്കാൻ തുടങ്ങി. വിവേകിനെ അപമാനിച്ച് പറഞ്ഞയച്ച ടീച്ചേഴ്സിൽ ഒരാളായിരുന്നു വിമൽ. ശിവന്യ ചിരിയടക്കാൻ പാടുപെടുന്നത് കണ്ട് നീയും എന്നെ കളിയാക്കുവാണോ എന്ന് ചോദിച്ച് ചേതന് നേരെ കോപത്തോടെ നോക്കി. ഇവിടെ എല്ലാവർക്കും അറിയാം നീയാണ് ഇവിടുത്തെ വേഴ്സ്റ്റ് ടീച്ചർ എന്ന്. നിനക്ക് ഈ കുട്ടിയാനെ പോലത്തെ പിള്ളേര് തന്നെയാ നല്ലത്. ഇവൻ എന്റെ അടുത്ത് ആദ്യം വന്നേ.
സ്റ്റുഡന്റ് ആക്കുമെന്ന് ചോദിച്ച്. ഞാൻ ആട്ടി വിട്ടതാ. സ്റ്റുഡന്റ് എലിജിബിലിറ്റി ടെസ്റ്റിൽ 997 റാങ്ക് വാങ്ങിയ ഇവനായിരിക്കും ഇവിടുത്തെ ഏറ്റവും വേഴ്സ്റ്റ് സ്റ്റുഡന്റ്. അവന്റെ പഞ്ചിങ് പവർ വരെ 15 പോയിന്റ്സ് പോലുമില്ല. ആട്ടി വരുന്നത് തടുക്കാൻ മാത്രം അവനറിയാം. നിന്റെ ലെവലിൽ കിട്ടേണ്ട ഒരു പെർഫെക്റ്റ് മാച്ച് തന്നെയവൻ. നീയും കണക്കാ, നിന്റെ സ്റ്റുഡന്റും കണക്കാ. എന്നിട്ടാ നീ എന്നെ കളിയാക്കാൻ വരുന്നത് എന്ന് കിളച്ചുകൊണ്ട് അവൻ പറഞ്ഞു. മാജിക് അക്കാദമിയിൽ ഓരോ വർഷവും 100 വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കും. എല്ലാവർക്കും എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആ സ്കൂളിലെ ഒരു സാധാരണ രീതി അനുസരിച്ച് ഫസ്റ്റ് റാങ്കിലുള്ള ടീച്ചേഴ്സിനെ ഫസ്റ്റ് റാങ്കിലുള്ള കുട്ടികളും ലാസ്റ്റ് റാങ്കിലുള്ള ടീച്ചേഴ്സിനെ ലാസ്റ്റ് റാങ്കിലുള്ള കുട്ടികളുമായിരുന്നു തെരഞ്ഞെടുത്തിരുന്നത്. നീ ലാസ്റ്റ് റാങ്കാണോ എന്ന് മെല്ലെ വിവേകിനോട് ചോദിച്ചു ചെയ്ത്. മൊത്തം 1000 പേരുണ്ട്. എന്റെ ബാക്കിൽ ഇനിയും 3 പേരോടെ ഉണ്ട്. വിവേക് മറുപടി പറഞ്ഞു. അവന്റെ പിന്നിൽ 3 പേര് ഇനിയുണ്ട്. നിന്റെ പിന്നിൽ ആരുമില്ലല്ലോ. നീയല്ലേ ലാസ്റ്റ് റാങ്ക് എന്ന് ചോദിച്ച് കളിയാക്കി ചിരിക്കാൻ തുടങ്ങി വിമൽ. ചേതനും വിവേകും സങ്കടത്തോടെ തമ്മിൽ നോക്കി. എന്നിരുന്നാലും ഡെസ്റ്റിനി പുസ്തകമുള്ള ധൈര്യത്തിൽ വിമലിനെ നേരിടാൻ തന്നെ അവൻ നിന്നു. ശിവന്യ പരിതാപത്തോടെ ചേതന നോക്കി. ഇപ്പൊ മനസ്സിലായോ നിന്റെ നില എന്താന്ന്? ഇനി എന്റെ നില എന്താണെന്നറിയോ നിനക്ക്? ഇവിടെ 500-ന് മേലെ റാങ്കുള്ള കുട്ടികൾ വന്ന് കാല് പിടിച്ച് ചോദിച്ചാലും ഞാൻ അവരെ ചേർക്കില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. അഹങ്കാരത്തോടെ വിമൽ പറഞ്ഞു നിർത്തിയതും ഇപ്പൊ നീ പോയ നിനക്കുള്ള. ഇല്ലെങ്കിൽ ആ ശരി ഇന്നത്തോടെ ഇല്ലാതാവും. ശാന്തമായി ചേതൻ പറഞ്ഞു. അത് വകവയ്ക്കാതെ ശിവന്യയുടെ കയ്യിൽ പിടിച്ച് വിമൽ പറഞ്ഞു. ഇവരോടൊക്കെ സംസാരിച്ച് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യണ്ട ശിവന്യ, വാ പോവാ. എന്നാൽ ശിവന്യക്ക് വിമൽ തന്റെ കയ്യിൽ പിടിച്ചത് ഇഷ്ടമായില്ല. അവൾ ആ കൈ തട്ടി മാറ്റി ചേതന് നേരെ തിരിഞ്ഞു. ഹായ് ചേതൻ. അത് കേട്ട് ചേതൻ മാത്രമല്ല കൂടെ നിന്നവരും ആകെ അമ്പരന്നുപോയി. അധ്യായം 12. ശിവന്യ തന്നോട് സംസാരിച്ചത് വിശ്വസിക്കാൻ പറ്റാതെ മിഴിച്ചു നിൽക്കുകയായിരുന്നു ചേതൻ. എന്തെങ്ങനെ നോക്കുന്നേ? ചേതൻ, ഞാൻ തന്നോട് തന്നെയാ പറഞ്ഞേ. ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും എന്ന് മൂളിക്കൊണ്ട് ഒരു വശത്തേക്ക് തല ചരിച്ചു ചേതൻ. കഴിഞ്ഞ തവണ ലാസ്റ്റ് പൊസിഷനിലായതോർത്ത് വിഷമിക്കണ്ടാട്ടോ. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇത്തവണ ഈ സ്റ്റുഡന്റിനെ നല്ല പൊസിഷനിൽ എത്തിച്ച് നിന്റെ കഴിവ് തെളിയിക്കണം. ഓൾ ദി ബെസ്റ്റ്. ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എല്ലാവരും റിജക്ട് ചെയ്ത കുട്ടിയെ ചേതൻ അക്സെപ്റ്റ് ചെയ്തത് ശിവന്യെ ഇംപ്രസ് ചെയ്തിരുന്നു. അത് മാത്രമല്ല, അങ്ങനെ ഒരു കുട്ടിയെ അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സ് കാണിച്ച ചേതനെ എല്ലാവരും ചേർന്ന് അപമാനിക്കുന്നത് അവൾക്ക് സഹിക്കാനായില്ല. അവൾ പറഞ്ഞത് കേട്ടതും ചേതന്റെ കണ്ണുകൾ വിടർന്നു. അവന്റെ ഹൃദയമിടിപ്പിന്റെ വേഗത കൂടി. എന്തെപ്പോഴും ഉണ്ടായേ? ആദ്യമായിട്ടാണ് ഒരാളൊരു നല്ല വാക്ക് പറഞ്ഞു കേൾക്കുന്നത്. എന്നോട് എങ്ങനെയൊക്കെ സംസാരിക്കാനും ഇവിടെ ആളുണ്ടായിരുന്നോ എന്ന് സന്തോഷത്തോടെ മനസ്സിലോർത്ത് ചെയ്ത്. താങ്ക്സ് മാം. ആദ്യമായിട്ടാണ് ഒരാൾ ഒരു നല്ല വാക്ക് പറയുന്നത് എന്നോട്. ഇവനെ ഞാൻ നന്നായി ട്രെയിൻ ചെയ്യും. ഇപ്പോൾ ഇവൻ ലാസ്റ്റ് ആണെങ്കിലും ഒരു ദിവസം ഉറപ്പായി ഇവൻ മുന്നിലെത്തും. ചേതൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞതും ശിവന്യ മറുപടി ഒന്നും പറയാതെ അവനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അവിടെ നിന്നും പോയി. മാജിക് അക്കാദമിയിലെ ലാസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ചേതനോട് ശിവന്യ സംസാരിച്ചതിൽ വല്ലാത്ത അസൂയ തോന്നി വിമലിന്. അവൻ ചേതനെ ഒന്ന് നോക്കി പേടിപ്പിച്ചുകൊണ്ട് ശിവന്യയും കൂട്ടി അവിടെ നിന്നും പോയി. ശിവന്യ പോകുന്നത് ചേതൻ കുറച്ചു നേരം നോക്കി നിന്ന ശേഷം അവൻ വിവേകിന് നേരെ തിരിഞ്ഞു. ക്ലാസ് റൂമൊക്കെ കണ്ടുവച്ചിട്ട് നാളെ തൊട്ട് ക്ലാസ്സിൽ വന്നോളൂ. നമുക്ക് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. വിവേകിന്റെ തോളിൽ തട്ടി ചേതൻ പറഞ്ഞു. സർ, ഒരു ഡൗട്ട്. വിവേക് ഗൗരവത്തോടെ പറഞ്ഞു. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഡൗട്ടോ? കൊള്ളാലോ. ഡൗട്ട്സ് എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. നീ ചോദിക്ക്. ചേതൻ പറഞ്ഞു. ഡൗട്ട് സാറിനെ കുറിച്ചാണ്. സാർ ശരിക്കും എലിജിബിലിറ്റി ടെസ്റ്റിൽ 0 വാങ്ങിയോ? സംശയത്തോടെ വിവേക് ചോദിച്ചു. ഓ, ആശാന്റെ നെഞ്ചത്തേക്ക് തന്നെയാണല്ലേ. ചേതൻ കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം അവന്റെ 2 തോളിലുമായി കൈ പിടിച്ചു നിന്നുകൊണ്ട് പറഞ്ഞു. യെസ്, എന്റെ മാർക്ക് 0 ആണ്. സോ വാട്ട്? ഇത്തവണ ഞാൻ ആരാണെന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. എനിക്ക് എന്തൊക്കെ ചെയ്താലും മര്യാദയ്ക്ക് മാർക്ക് കിട്ടാറില്ല. ഇത്തവണ ഞാൻ ലാസ്റ്റ് ആയ സാറിനല്ലേ അതിന്റെ നാണക്കേട് എന്ന് സംശയത്തോടെ ചോദിച്ചു വിവേക്. എന്താ വിവേക്, നീ തന്നെയല്ലേ നിന്നെ ചേർക്കണമെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്ന് കെഞ്ചിയത്. ഇതിപ്പോ ഞാൻ നാണം കിടുമെന്ന കൺസേണിൽ ചോദിക്കുവാണോ, അതോ നീ തോൽക്കുന്ന പേടിയിലാണോ? ചേതൻ ചോദിച്ചു. ഇല്ല സാർ, ഞാൻ സാറിനെ കുറിച്ച് ഓർത്ത് ചോദിച്ചാണ്. വിഷമത്തോടെ അവൻ പറഞ്ഞു. ഇവിടെ നോക്ക് വിവേക്, നീ ഇപ്പൊ എന്റെ സ്റ്റുഡന്റ് ആണ്. നമ്മളുടെ ബ്ലഡുകൾ തമ്മിൽ കണക്റ്റഡ് ആണ്.
ഇനി നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. നിന്നെ ഞാൻ ഇവിടുത്തെ മികച്ചൊരു സ്റ്റുഡന്റ് ആക്കി മാറ്റും. തൽക്കാലം നീങ്ങുവാ, ഞാൻ തന്നെ നിനക്ക് ക്ലാസ് റൂം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വിവേകിനെ ഇതാണ് എന്റെ ക്ലാസ് റൂം, ഇനി മുതൽ നമ്മുടെ ക്ലാസ് റൂം, ചേതൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വിവേക് തന്നെ നെറ്റിച്ചുളിച്ചുകൊണ്ട് ക്ലാസ് റൂമിന് ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. ഇന്ന് അവൻ ഒരുപാട് ക്ലാസ് റൂം കയറി ഇറങ്ങിയതാണ്. എങ്കിലും ഇത്ര ചെറിയ ഒരു റൂം അവൻ ആദ്യമായാണ് കാണുന്നത്. ഇതെന്താ സാർ, ബാത്റൂമിന്റെ സൈസിലുള്ളൂ ഈ ക്ലാസ് റൂമിന് എന്ന് വിവേക് ചിന്തിച്ചു. സാർ, ഞാൻ നാളെ ഉറപ്പായിട്ടും ക്ലാസ്സിൽ വരണോ? അവൻ തല ചൊറിഞ്ഞുകൊണ്ട് ചോദിച്ചു. ഇതെന്ത് ചോദ്യാ? നാളെ മര്യാദയ്ക്ക് വന്നോളാം, ഇല്ലെങ്കിൽ നീ ഇന്ന് ചാവെന്ന് പറഞ്ഞ് നാടകം കളിക്കുന്നുണ്ടായിരുന്നല്ലോ. അത് ഞാൻ ശരിക്കും അങ്ങ് നടത്തിക്കും, മനസ്സിലായല്ലോ? അവൻ ഭീഷണിപ്പെടുത്തി. അയ്യോ, ഞാൻ വരാം സാർ, ഇനിയിപ്പോ വേറെ വഴിയൊന്നുമില്ലല്ലോ എന്ന് നെടുവീർപ്പോടെ പറഞ്ഞു വിവേക്. അതെന്താ, നിനക്ക് വേറെ വഴിയുണ്ടായിരുന്നെങ്കിൽ നീ എന്റെ അടുത്ത് ചേരില്ലായിരുന്നു എന്നാണോ പറഞ്ഞു വരുന്നേ? ചേതൻ തന്റെ പുരികം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. അയ്യോ, അങ്ങനെയല്ല സാർ, ഉറപ്പായും ചാവുന്നത് വരെ സാറാണ് എന്റെ ഗുരു, ഞാൻ സാറിന്റെ ശിഷ്യനും. എല്ലാരും കൈ കഴിഞ്ഞപ്പോ സാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ രക്ഷിക്കാൻ. ഞാനത് മറക്കില്ല. നാളെ ക്ലാസ് ടൈമിന് മുമ്പേ വന്ന് ഞാൻ ക്ലാസ് റൂം വരെ ക്ലീൻ ചെയ്ത് റെഡിയായി നിൽക്കാം, വിവേക് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. നീ ഇങ്ങനെ ഇമോഷണൽ ആവാതെ പോയിട്ട് നാളെ വാ, ചെല്ല എന്ന് അവന്റെ തലയിൽ 2 തട്ട് തട്ടി ചേതൻ പറഞ്ഞു. വിവേക് ക്ലാസ് റൂമിൽ നിന്ന് പുറത്തേക്ക് പോയതും ഒന്ന് മേലാകെ നിവർത്തി കോട്ടവായി ഇട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ചേതൻ. അസ്തമയമായ സൂര്യന്റെ പൊൻകിരണം അവിടെയാകെ നിറഞ്ഞിരുന്നു. ഒരു കുട്ടിയെ പോലും ചേർക്കാൻ പറ്റില്ലെന്ന് ഓർത്ത് വന്നതാണിപ്പോ. മുഴുവൻ 5 കുട്ടികളായി. മതി, ഇന്നത്തെ കോട്ട കഴിഞ്ഞു, ഇനി ബാക്കി അഡ്മിഷൻ നാളെ എന്ന് മനസ്സിലോർത്ത് അവിടെ നിന്നും ഇറങ്ങാൻ ഒരുങ്ങിയതും അലക്സ് അവന്റെ മുൻപിൽ വന്നു. നേരിത്രയായിട്ടും നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ആശ്ചര്യത്തോടെ അലക്സ് ചോദിച്ചു. ഇത്ര നാൾ വെറുതെ നടന്നില്ലേ, ഇനി അതിനും കൂടെ ചേർത്ത് പണിയെടുക്കാന്ന് കരുതി. എന്തേ, ഇഷ്ടപ്പെട്ടില്ലേ? ചേതൻ ചോദിച്ചു. അയ് ശരി, അപ്പൊ നീ ശരിക്കും നന്നായതല്ലേ, എന്നും കണ്ടാ മതി എന്ന് കളിയോടെ അലക്സ് പറഞ്ഞതും അവനെ തലക്കിട്ട് കുട്ടി ചേതൻ. ഇരുവരും കളിച്ചും ചിരിച്ചും അവിടെ നിന്ന് ഇറങ്ങി. ചേതൻ തിരികെ വീട്ടിലെത്തിയപ്പോൾ നേരം രാത്രിയോട് അടുത്തിരുന്നു. വീണ്ടും ആ വീടിന്റെ അകം കണ്ടതും ചേതൻ തന്റെ നെറ്റി ചുളിച്ചു. കുട്ടിക്കാലം മുതലേ അച്ഛന്റെ ലൈബ്രറിയിൽ പുസ്തകം അടുക്കി പെറുക്കി വെക്കുന്ന ഡ്യൂട്ടി ജഗന്റെ ആയിരുന്നു. അങ്ങനെയുള്ള അവന് ചേതന്റെ വലിച്ചു വാരിയിട്ടിരിക്കുന്ന വീട് കണ്ടതും അസ്വസ്ഥത തോന്നി. എന്റെ ചേതാ, നീ ഇതിന്റെ അകത്ത് എങ്ങനെയാണ് ഇത്രയും നാൾ ജീവിച്ചത്? എനിക്ക് തന്നെ കണ്ടിട്ട് സഹിക്കുന്നില്ല എന്ന് നെടുവീർപ്പോടെ പറഞ്ഞു ചേതൻ. പറ്റുന്നതെല്ലാം അടുക്കി പെറുക്കി വെക്കാൻ തുടങ്ങി. എന്തൊക്കെ ചെയ്തിട്ടും ആ വീട് വൃത്തിയാവുന്നില്ലെന്ന് അവന് തോന്നി. ഈ വീട് ഒരു ഒറ്റ ദിവസം കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്കുണ്ട് വൃത്തികേടുകൾ. കുറച്ചു സമയം കഴിഞ്ഞതും ക്ലീനിങ് മതിയാക്കി ബാക്കി പിന്നെ ചെയ്യാം എന്ന് കരുതി അവൻ അവിടെയുള്ള സോഫയിൽ പോയിരുന്നു. മനസ്സിൽ നിറയെ നാളത്തെക്കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ ഡെസ്റ്റിനി പുസ്തകം കയ്യിലുള്ളത് കൊണ്ട് ഒരാളുടെ ഗുണങ്ങളും കുറവുകളും അറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എതിരിൽ നിൽക്കുന്നയാൾ എല്ലാം കൊണ്ട് ശക്തനാണെങ്കിലോ? അപ്പൊ എന്ത് ചെയ്യും? ഡെസ്റ്റിനി പുസ്തകം തന്നെ ഗൈഡ് ചെയ്യുമെങ്കിലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജയിക്കണമെങ്കിൽ ചേതന് തന്റേതായ ശക്തി ആവശ്യമായിരുന്നു. സ്വന്തമായി ബോഡി സ്ട്രെങ്ത് ബിൽഡ് ചെയ്യണം എന്ന് മനസ്സിൽ ചേതൻ ഉറപ്പിച്ചു. അക്കാദമിയിലെ എല്ലാ ടീച്ചേഴ്സും ഡോൺ 4 ലെവലിലുള്ളവരായിരുന്നു. എന്നാൽ ചേതൻ മാത്രമായിരുന്നു ഡോൺ 3 ലെവലിലുള്ളത്. ഡോൺ 3 ലെവൽ മുഴുവനായി കംപ്ലീറ്റ് ചെയ്ത് ഡോൺ 4 ലെവലിലേക്ക് എത്രയും വേഗം എത്തണം എന്ന് ചേതൻ തന്റെ മനസ്സിൽ ഉറപ്പിച്ചു. ജഗൻ ഇപ്പോൾ ചേതന്റെ ഉള്ളിലാണ് ഉള്ളതെങ്കിലും അവന്റെ മനസ്സ് ഇപ്പോഴും ഭൂമിയിലുള്ള ഒരു മനുഷ്യന്റേത് പോലെയായിരുന്നു. എന്നാൽ ഡോൺ 4 ലെവലിലേക്ക് എത്തണമെങ്കിൽ ജഗൻ ആദ്യം ഈ ശരീരത്തെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കണമായിരുന്നു. അതിനുവേണ്ടി തന്റെ കണ്ണുകൾ അടച്ച് മനസ്സ് ഏകാഗ്രമാക്കി. 4 ലെവലിലേക്ക് എത്തണമെങ്കിൽ ജഗൻ ആദ്യം ഈ ശരീരത്തെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കണമായിരുന്നു. അതിനുവേണ്ടി തന്റെ കണ്ണുകൾ അടച്ച് മനസ്സ് ഏകാഗ്രമാക്കി. ഡെസ്റ്റിനി പുസ്തകത്തെ പറ്റി മനസ്സിൽ ചേതൻ ഓർത്തു. ഡോൺ 4 ലെവലിൽ എത്തുന്നത് ഒരു സാധാരണ കാര്യമായിരുന്നില്ല, അതൊരു വലിയ പ്രോസസ്സായിരുന്നു. വർഷങ്ങളോളം കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഡോൺ 4 ലെവലിൽ എത്താൻ സാധിക്കുമായിരുന്നുള്ളൂ. അതുകൊണ്ട് ഡോൺ 3 ലെവൽ മാത്രം ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാമെന്ന് കരുതി ഡെസ്റ്റിനി പുസ്തകം തുറന്ന് അതിനുള്ള വഴികൾ ചേതൻ നോക്കി. എന്നാൽ അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഡെസ്റ്റിനി പുസ്തകത്തിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതെന്താ, ഇതിലൊന്നുമില്ലല്ലോ? അല്ലെങ്കിൽ വിളക്കി തടവുമ്പോ അലാവുദ്ദീന്റെ ഭൂതം വരുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നതാണല്ലോ. ഇനി ജീവനുള്ള മനുഷ്യരിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുകയുള്ളൂ? അതോ ഇതിന്റെ പവർ എല്ലാം നഷ്ടപ്പെട്ടോ? ദൈവമേ! അവൻ
പരിഭ്രമിച്ചു. ഡോൺ 3 ലെവൽ കംപ്ലീറ്റ് ചെയ്യാൻ ഇനി എന്ത് ചെയ്യുമെന്ന് കരുതി ചേതൻ ചുറ്റും നോക്കി. അപ്പോഴാണ് ഒരു മൂലയ്ക്ക് കൂട്ടിയിട്ടിരിക്കുന്ന കുറച്ച് പുസ്തകങ്ങൾ ചേതൻ കണ്ടത്. അവൻ വേഗം തന്നെ അതെടുത്ത് വായിക്കാൻ തുടങ്ങി. ലൈബ്രറി നടത്തി ശീലമുള്ളത് കൊണ്ട് തന്നെ വായിക്കാൻ അവൻ ഇഷ്ടമായിരുന്നു. വായിച്ചു കഴിഞ്ഞതും സമയം ഒരുപാടായിരുന്നു. ഓരോ ബുക്കിലും ലെവലപ്പ് ചെയ്യാനുള്ള ഓരോരോ വഴികൾ കൊടുത്തിരുന്നു. എന്നാൽ ഏതാണ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടത് എന്ന് ഒരിടത്തും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ ഓരോ പുസ്തകത്തിലും ഓരോന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. ഇതിപ്പോ ഏതാ കറക്റ്റ് എന്ന് കണ്ടുപിടിക്കാൻ തന്നെ 1-2 വർഷവും. വെറുതെയാണോ ലെവലപ്പ് ചെയ്യാൻ 3-4 വർഷം എടുക്കുന്നത്? ചേതൻ പിറുപിറുത്തു. ഇതിൽ വർക്ക് ചെയ്യുന്ന വഴികൾ മാത്രമുള്ള ഒരു ഷോർട്ട് കട്ട് ഗൈഡ് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അവൻ നെടുവീർപ്പിട്ടു. ഒടുവിൽ രാവിലെ അലക്സിനെ കാണുമ്പോൾ ഇതിനെക്കുറിച്ച് ചോദിക്കാം എന്ന് ചേതൻ തീരുമാനിച്ചു. ഒരു ഷോർട്ട് കട്ട് ഗൈഡ് ഉണ്ടാക്കി വിറ്റാൽ തന്നെ എനിക്ക് കോടീശ്വരനാവാം എന്ന് മനസ്സിലോർത്ത് ചേതൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റതും അവന്റെ മനസ്സിൽ പെട്ടെന്ന് ഡെസ്റ്റിനി പുസ്തകം തുറന്നു വന്നു. ഇപ്പൊ എന്തിനാ ഈ പുസ്തകം വന്നത് എന്നാലോചിച്ച് ചേതൻ കൺഫ്യൂസ്ഡ് ആയി നിന്നതും ഡോൺ 4 എന്ന തലക്കെട്ട് ആ പുസ്തകത്തിൽ തെളിഞ്ഞു. അതിന് താഴെയായി ചേതൻ ഓരോ പുസ്തകത്തിലും വായിച്ച മെത്തേഡ്സും അതിന്റെ ഗുണങ്ങളും കുറവുകളും എഴുതി കാണിക്കാൻ തുടങ്ങി. അതിന്റെ ഏറ്റവും അവസാനം എത്തിയപ്പോഴാണ് ചേതന് ജാക്ക്പോട്ട് അടിച്ചത്. അതിൽ ഡോൺ 4ലേക്കുള്ള ഷോർട്ട് കട്ട് മെത്തേഡ്സ് എന്ന തലക്കെട്ടുണ്ടായിരുന്നു. അതിന് താഴെയായി ചേതൻ വായിച്ച പുസ്തകങ്ങളിൽ നിന്നും പ്രാവർത്തികമാവുന്ന മെത്തേഡ്സും അതെങ്ങനെ ചെയ്യണമെന്ന രീതിയും ലിസ്റ്റ് ചെയ്തിരുന്നു. അത് കണ്ടതും ചേതൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. ഇതിലാകെ വെറും 10 സ്റ്റെപ്പ് മാത്രമേ ഉള്ളല്ലോ. ഇതിത്ര സിമ്പിളായിരുന്നു. ഇതുവരെ ഈ പുസ്തകം പറഞ്ഞതെല്ലാം നടന്നിട്ടുണ്ട്. അപ്പോ ഇതും നടക്കുമായിരിക്കും എന്നോർത്ത് അവൻ സന്തോഷിച്ചു. ചേതൻ വേഗം തന്നെ അതെല്ലാം വായിച്ചു നോക്കി. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ എന്ന് കരുതി അവൻ തന്റെ കണ്ണുകൾ അടച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി. അവന്റെ ഉള്ളിലുള്ള 9 ഇന്ദ്രിയങ്ങളെയും തുറന്നു. ആ പുസ്തകത്തിൽ പറഞ്ഞിരുന്നത് പോലെ ചെയ്യാൻ തുടങ്ങിയതും അവന്റെ ചുറ്റും സ്വർണ്ണ നിറത്തിൽ ഒരു പ്രകാശം വന്ന് പൊതിഞ്ഞു. അത് അവന്റെ ഉള്ളിലൂടെ ഒരു നദി പോലെ ശക്തിയായി ഒഴുകുന്നത് അവൻ അറിഞ്ഞു. ഭൂമിയിൽ ഒരു മനുഷ്യ ശരീരത്തിൽ സിരകളിലൂടെ രക്തമൊഴുകുന്നത് പോലെ ഈ ലോകത്തെ മനുഷ്യരുടെ ഉള്ളിൽ 2 വിധത്തിലെ സിരകളുണ്ട്. ഒന്ന് സാധാരണ മനുഷ്യരുടേത് പോലെ രക്തത്തിന് വേണ്ടിയുള്ളത്, മറ്റൊന്ന് അവർക്കുള്ളിലെ മാന്ത്രിക ശക്തിയുടെ പ്രതീകമായ അവരുടെ ഓറ ഒഴുകുന്നത്. ആ പ്രഭാവലയം അവന്റെ സിരകളിലൂടെ ഒഴുകാൻ തുടങ്ങി. അവന്റെ പേശികൾ വലിഞ്ഞ് ശക്തി പ്രാപിക്കുന്നത് അവൻ അറിഞ്ഞു. ഫൈറ്റർ ഡോൺ 4 എന്ന ശബ്ദം അവന്റെ ഉള്ളിൽ നിന്ന് കേട്ടതും ചേതൻ ഞെട്ടലോടെ കണ്ണു തുറന്നു. ഇതെന്തത്ര ഫാസ്റ്റ് ആയിട്ടുള്ളേ? വിശ്വസിക്കാനാവുന്നില്ലല്ലോ. ഇതിനാണോ 3 വർഷം എടുക്കുമെന്നൊക്കെ പറഞ്ഞത്? ചേതൻ അത്ഭുതത്തോടെ ആരോടെന്നില്ലാതെ ചോദിച്ചു. ചേതൻ മറ്റുള്ളവരെ പോലെ വേറെ വഴികളിൽ ട്രൈ ചെയ്തിരുന്നുവെങ്കിൽ ഡോൺ 4 ലെവലിലെത്താൻ അവന് 3 വർഷമെങ്കിലും എടുക്കുമായിരുന്നു. എന്നാൽ ഡെസ്റ്റിനി പുസ്തകത്തിലെ മാർഗം ഉപയോഗിച്ചതുകൊണ്ട് അവന് ഡോൺ 4-ലെത്താൻ 5 നിമിഷം പോലും എടുത്തില്ല. ചേതൻ ഡോൺ 3-ലെ ഓരോ ലെവലുകളും കടക്കാനുള്ള എളുപ്പ വഴികൾ ഒന്നിച്ചു ചേർത്ത് വേഗത്തിൽ ഡോൺ 4-ലെത്തി. അലക്സ് പറഞ്ഞത് വെച്ച് വളരെ കഠിനമായ ഒന്നായിരുന്നു ഡോൺ 4-ലെത്തുക എന്നുള്ളത്. എന്നാൽ ഡെസ്റ്റിനി പുസ്തകം കയ്യിലുള്ളിടത്തോളം കാലം തനിക്ക് എന്തും പെട്ടെന്ന് സാധിക്കും എന്ന് ചേതന് മനസ്സിലായി. ഡോൺ 4-ൽ ആകാശം, ഭൂമി, അഗ്നി എന്നിങ്ങനെ 3 ഘടകങ്ങളുണ്ട്. അതിൽ 3ാമത്തെ ഘടകമായ ഭൂമി എന്ന പൊസിഷനിലായിരുന്നു ചേതൻ. ഇത്രയും വലിയ പ്രോസസ് എങ്ങനെയാണ് ഞാൻ ഇത്ര സിമ്പിളായി ചെയ്തത്? എങ്ങനെയാണെങ്കിൽ എല്ലാവരും വലിയ കാര്യമായി പറയുന്ന ഡോൺ 9 സ്റ്റേജ് വരെ എനിക്ക് ഈസി എത്താൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്കൂളിലെ എല്ലാ അമ്മമാരുടെയും വായടപ്പിക്കാൻ പറ്റും. ഇനി ചിലപ്പോ അതിനു വേണ്ടിയാണോ ഞാൻ ഈ ലോകത്ത് വന്നത് എന്ന് ആശ്ചര്യത്തോടെ ചിന്തിച്ചു ചേതൻ. ഡെസ്റ്റിനി പുസ്തകം കാരണം അക്കാദമിയിലുള്ള മറ്റുള്ള ടീച്ചേഴ്സിനുള്ളതിനേക്കാൾ ഒരു പടി മേലെയായി ചേതന്റെ കഴിവുകൾ. ഉറങ്ങാൻ ഇനിയ സമയമുണ്ട്. അലക്സിന്റെ അടുത്ത് പോയി അടുത്ത ലെവലിൽ എങ്ങനെ എത്താം എന്ന് ചോദിച്ചാലോ? അവൻ പെട്ടെന്ന് തന്നെ അവന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയതും ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്ന അലക്സിനെ ചേതൻ വിളിച്ചെഴുന്നേൽപ്പിച്ചു. അലക്സ്, എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. എനിക്കൊരു ഡൗട്ടുണ്ട് എന്ന് ചേതൻ പറഞ്ഞതും, നിനക്കെന്താ ഏതു നേരവും ഡൗട്ടാണോ? വെള്ളത്തിൽ വീണപ്പോ പോയ നിന്റെ കിളി ഇതുവരെ തിരിച്ചു വന്നില്ലേ? തന്റെ കണ്ണുകൾ തിരുമ്മി ഉറക്കച്ചടവിൽ അലക്സ് ചോദിച്ചു. ഇതെല്ലാം നിനക്ക് വേണ്ടി കൂടിയല്ലേ അലക്സെ ഞാൻ ചോദിക്കുന്നത്? എന്തിന്? കഷ്ടപ്പെട്ട് പിള്ളേരെ ചേർത്തതുവരെ നീ പറഞ്ഞിട്ടാണ്, അല്ലാതെ എഡ്യുവിനെ കാണിക്കാനോ തരകനെ ബോധിപ്പിക്കാനോ അല്ല എന്ന് അലക്സിനെ കൺവിൻസ് ചെയ്യുന്ന വിധത്തിൽ ചേതൻ പറഞ്ഞു. അത് വിട് മോനെ, എന്നിട്ട് ഈ നേരം കെട്ട നേരത്തെ വന്നതിന്റെ കാരണം പറ, അലക്സ് ചോദിച്ചു. അല്ലടാ, ഈ
ഡോൺ 5 സ്റ്റേജിലെത്താനേ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ചുള്ള ബുക്സ് എവിടെ ഉണ്ടാവും? ചേതൻ ഇഴിച്ചുകൊണ്ട് ചോദിച്ചു. അത് ക്യാമ്പസ് ലൈബ്രറിയിലുണ്ട്. അവിടെ ഇരിക്കുന്ന ആ കിളവനില്ലേ, ആ പുള്ളിയോട് ചോദിച്ചാൽ മതി. ബൈ ദ വേ, നീ എന്തിനാ അതൊക്കെ ചിന്തിക്കുന്നേ? നീ ആദ്യം ഡോൺ 3 കംപ്ലീറ്റ് ചെയ്യടാ, എന്നിട്ട് 4, 5 പോവാ എന്ന് അലക്സ് പറഞ്ഞതും നീ പറഞ്ഞത് വളരെ ശരിയാ എന്ന് പറഞ്ഞ തലയാട്ടിക്കൊണ്ട് അവൻ അവിടെ നിന്നിറങ്ങി. അലക്സ് പറഞ്ഞത് ലൈബ്രറിയൻ വിശ്വനെ പറ്റിയായിരുന്നു. അക്കാദമിയിലെ തന്നെ അറിയപ്പെടുന്ന ഫൈറ്റർ ആയിരുന്നു അദ്ദേഹം. എന്നാൽ ഇപ്പോൾ വയസ്സായതിനാൽ വർഷങ്ങളായി ലൈബ്രറിയിൽ ഒതുങ്ങിക്കൂടി കഴിയുകയാണ് വിശ്വൻ. അലക്സിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയ ചേതൻ ലൈബ്രറി ലക്ഷ്യമാക്കി നടന്നു. ആകാശത്തിൽ നിലാവ് ഉദിച്ചു നിന്നിരുന്നു. ഒരു ഇളം കാറ്റ് അവനെ തട്ടി തലോടുന്നുണ്ടായിരുന്നു. കുറച്ചു നേരത്തെ നടത്തത്തിന് ശേഷം ചേതൻ ഒരു കൂറ്റൻ കെട്ടിടത്തിന്റെ മുന്നിൽ എത്തിച്ചേർന്നു. മാജിക് അക്കാദമി ലൈബ്രറി. 13. ചേതൻ മാജിക് അക്കാദമിയുടെ പടികൂറ്റൻ ലൈബ്രറിക്ക് മുന്നിൽ വന്നു നിന്നു. ആ ലൈബ്രറിയുടെ ഉള്ളിൽ ടീച്ചേഴ്സിനും കുട്ടികൾക്കും വേറെ വേറെ ഇടങ്ങളുണ്ടായിരുന്നു. ചേതൻ അകത്തേക്ക് കയറിയതും അവിടെ ജരാനരകൾ ബാധിച്ച വയസ്സായ ഒരാൾ ഇരിക്കുന്നത് കണ്ടു. അലക്സ് പറഞ്ഞ വിശ്വൻ അതാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അവന് മനസ്സിലായി. അവൻ നേരെ അയാളുടെ മുന്നിൽ ചെന്ന് നിന്നു. ലെവലപ്പ് ചെയ്യാനുള്ള പുസ്തകങ്ങൾ നോക്കി വന്നതാണോ എന്ന് തന്റെ വെളുത്ത താടി കൈകൊണ്ട് തടവിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു. അതെ, ചേതൻ മറുപടി പറഞ്ഞു. താൻ ഇവിടെ വന്ന ഉടനെ തന്നെ അദ്ദേഹം തന്റെ വരവിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയത് കണ്ട് ചേതന് അത്ഭുതം തോന്നി. സന്തോഷം, വലിയ സന്തോഷം. നിന്റെ ഈ ആവശ്യം വിട്ടുകളയരുത്. നിന്നെ പോലുള്ള ടീച്ചേഴ്സിനെയാണ് ഇവിടെ വേണ്ടത്. വിശ്വൻ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. ചേതൻ മറുപടി ഒന്നും പറയാൻ നിൽക്കാതെ അദ്ദേഹത്തെ കിടന്ന് മുൻപോട്ട് നടന്നതും അദ്ദേഹം മെല്ലെ മുറുമുറുത്തു. എന്ത് ചെയ്യാനാണ്? നല്ലൊരു പയ്യനായിരുന്നു, പക്ഷേ കുടിച്ചെല്ലാം നശിപ്പിച്ചു. എല്ലാവരും 2 വർഷം കൊണ്ട് ഡോൺ 3 നിന്നും ഡോൺ 4 പക്ഷെ ഇവൻ മാത്രം 3 വർഷം എടുത്തു. ആ സാരമില്ല, വന്നല്ലോ. ഇത്തവണ അവൻ ഉറപ്പായും 0 വാങ്ങില്ല എന്നൊരു നെടുവീർപ്പിട്ട് അയാൾ വീണ്ടും കണ്ണടച്ച് ഇരിക്കാൻ തുടങ്ങി. ചേതൻ തിരിഞ്ഞു നോക്കി. വിശ്വൻ തന്റെ കണ്ണുകൾ മുഴുവനായി അടച്ചിരുന്നു. ഇനി ഓരോന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ശല്യം ചെയ്യേണ്ടെന്ന് കരുതി ചേതൻ ഒന്നും പറയാതെ മുന്നോട്ട് നടന്നു. അവൻ ലൈബ്രറിയിൽ ടീച്ചേഴ്സിനായി നൽകിയിരിക്കുന്ന ഭാഗത്തേക്ക് ചെന്നു. ആ ലൈബ്രറിയിൽ ഒരു പ്രധാനപ്പെട്ട ഇടമായിരുന്നു അത്. ലൈബ്രറിയിൽ ഓരോ ഡോൺ ലെവലിനും വെവ്വേറെ സെക്ഷൻസ് ഉണ്ടായിരുന്നു. ഒരു ലെവൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത ലെവലിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനും ലെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള മറ്റു സംശയങ്ങൾക്ക് ഉത്തരം തേടിയും അക്കാദമിയിലെ ടീച്ചേഴ്സ് അവിടെയാണ് വന്നുകൊണ്ടിരുന്നത്. പല വർണ്ണത്തിലുള്ള പുസ്തകങ്ങൾ ആ ലൈബ്രറിയെ അലങ്കരിച്ചു. ചേതൻ 4ാമതുള്ള വലിയ റാക്കിന്റെ മുന്നിൽ നിന്നു. അവിടെ 1000കണക്കിന് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അമ്പോ, എന്റെ പഴയ ലൈബ്രറിയേക്കാൾ എത്ര വലുതാണല്ലോ ഇത് എന്നോർത്തുകൊണ്ട് തലയുയർത്തി അവിടെയുള്ള റാക്കുകൾ നോക്കി. ഓരോ പുസ്തകങ്ങളും 1000കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതായിരുന്നു. മന്ത്രജാലം, ആയോധന കലകൾ, അങ്ങനെ പല വിഷയത്തെക്കുറിച്ചുമുള്ള പുസ്തകങ്ങളായിരുന്നു അവയെല്ലാം. ചേതൻ ഓരോന്നും എടുത്തു നോക്കി. ഡോൺ 4 കംപ്ലീറ്റ് ആകാൻ ആവശ്യമുള്ള പുസ്തകങ്ങൾ ഏതാണെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. ചേതൻ വേഗത്തിൽ ഓരോ പേജുകൾ വീതം മറച്ചു. അതിന്റെ ശബ്ദം പുറത്തുറങ്ങിക്കൊണ്ടിരിക്കുന്ന വിശ്വനെ വരെ അലോസരപ്പെടുത്തി. ഓരോ പുസ്തകത്തിലും ഡോൺ 4 കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള മെത്തേഡ്സിലൂടെ അവൻ കണ്ണോടിച്ചു. ഒരു കുന്നു ബുക്കുകളുടെ നടുവിലിരുന്ന് ഒരു ഭ്രാന്തനെ പോലെ അവൻ ആ പുസ്തകങ്ങൾ അരിച്ചു പെറുക്കാൻ തുടങ്ങി. ഈ 3 വർഷത്തിനിടയിൽ ഇവൻ ഈ വഴിക്കൊന്നും കണ്ടിട്ടേയില്ല. ഇപ്പോഴാണെങ്കിൽ ഇവിടെ ഒന്നും പോകുന്നുമില്ല. ഇവന് പെട്ടെന്ന് എന്ത് പറ്റി? ഇവൻ ഈ വേഗത്തിൽ പേജ് മറിക്കുന്ന കണ്ടിട്ട് വായിക്കുന്നതായിട്ടല്ല, പുസ്തകത്തിന്റെ പേജിന്റെ എണ്ണം എടുക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ഇവൻ ശരിക്കും വായിക്കുവാണോ അതോ വെറുതെ കാണിക്കുവാണോ? അവനെ പറഞ്ഞിട്ടെന്താ, ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഇങ്ങനെ തന്നെ എന്ന് പെറുപെറുത്ത് നെടുവീർപ്പിട്ട് വിശ്വൻ തന്റെ കണ്ണുകൾ വീണ്ടും അടച്ചു. ഓ, കഴിഞ്ഞോ? അവസാനത്തെ പുസ്തകവും നോക്കിക്കഴിഞ്ഞ് നിലത്ത് കിടന്നിരുന്ന പുസ്തകങ്ങൾ എല്ലാം തിരികെ റാക്കിൽ വെച്ച് ചേതൻ എഴുന്നേറ്റ് വന്നു. നേരം പുലരുന്നതിന് മുമ്പ് തന്നെ ലെവലപ്പ് ചെയ്യാനുള്ള വഴി കണ്ടുപിടിച്ചതിൽ അവന് സന്തോഷം തോന്നി. 2 മണിക്കൂറായി പുസ്തകങ്ങൾ തപ്പിക്കൊണ്ടിരുന്നിട്ടും ഒന്നും എടുക്കാതെ വരുന്ന ചേതനെ കണ്ട് വിശ്വന് കലിപ്പ് വന്നു. എന്താ ചേതാ, കയ്യിലൊരു പുസ്തകം പോലുമില്ലല്ലോ. നീ നട്ടപ്പാതിരയ്ക്ക് പിന്നെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അയാൾ ഉച്ചത്തോടെ ചോദിച്ചു. ഇവിടെ വരുന്ന ടീച്ചേഴ്സ് എപ്പോഴും 1-2 പുസ്തകങ്ങൾ റഫറൻസിനായി വീട്ടിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. അതുകൊണ്ടാണ് ചേതൻ വെറും കൈയോടെ വന്നത് വിശ്വനെ ചൊടിപ്പിച്ചത്.
ബാക്കിയുള്ളവരുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കിവിടെയുള്ള ഒരു പുസ്തകവും യൂസ്ഫുൾ ആയി തോന്നിയില്ല. ചേതൻ തട്ടിവിട്ടു. എന്ത്? ഒരു പുസ്തകങ്ങളും ഉപകാരപ്രദമല്ലെന്നോ? വിശ്വന് ദേഷ്യം വന്നു. വെറുതെയല്ല നീ എലിജിബിലിറ്റി ടെസ്റ്റിൽ 0 വാങ്ങിയത്. ഇത്തവണയും സ്ഥിതി വ്യത്യസ്തമാവില്ല. പ്രിൻസിപ്പലിനോട് പറയണം നിന്നെ ഇവിടെ നിന്നും പറഞ്ഞു വിടാൻ. നിന്നെ പോലൊരു ഉഴപ്പനെ ഈ അക്കാദമിയിൽ വെച്ചോണ്ടിരുന്നിട്ട് എന്തിനാ? വെറുതെ പിള്ളേരുടെ ഭാവി നശിപ്പിക്കാൻ. ദേഷ്യം അടങ്ങാനാവാതെ വായിൽ തോന്നിയതെല്ലാം ചേതന പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും കണ്ണുകൾ അടച്ച് ഉറങ്ങാൻ തുടങ്ങി. ഒരു ചിരിയോടെ അതെല്ലാം കേട്ടവൻ ലൈബ്രറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഡെസ്റ്റിനി പുസ്തകം എല്ലാം നോക്കിക്കോളും എന്ന വിശ്വാസത്തിൽ ആടിപ്പാടി ചേതൻ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയതും അവൻ തന്റെ കണ്ണുകൾ അടച്ച് മനസ്സ് ഏകാഗ്രമാക്കി. ഡെസ്റ്റിനി പുസ്തകം തുറന്നു വന്നതും അതിൽ ഡോൺ 4 എന്ന തലക്കെട്ടിന് താഴെയായി ലൈബ്രറിയിൽ നിന്ന് ചേതൻ നോക്കിയ 1000ഓളം പുസ്തകങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രത്യക്ഷമായി. ഇതെന്താ ഞാൻ നോക്കിയേ? എല്ലാ പുസ്തകങ്ങളും ഇതിലുണ്ടല്ലോ. ഇനി ബാക്കിയുള്ളവരെ പോലെ ഇതെല്ലാം ഞാനിരുന്ന് വായിക്കണോ? എനിക്ക് എളുപ്പ വഴികൾ മതിയേ. ചേതൻ ആരോടൊന്നില്ലാതെ പറഞ്ഞു. പെട്ടെന്ന് ഡെസ്റ്റിനി പുസ്തകത്തിൽ നിന്നും ആ പുസ്തകങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ എല്ലാം മാഞ്ഞ് പകരം അവയിൽ നിന്നും ഏറ്റവും ഉപകാരപ്രദമായ വിവരങ്ങൾ മാത്രം എടുത്ത് ഒരു ഒറ്റ പുസ്തകമായി മാറി. ആഹാ, ഇത് കൊള്ളാലോ. അപ്പോ എനിക്ക് ഇനി ഈ ഒരു പുസ്തകം മാത്രം പഠിച്ചാൽ മതിയോ? താങ്ക്സ് മൈ ഡിയർ ഡെസ്റ്റിനി എന്ന് പറഞ്ഞ് പേരൊന്നുമില്ലാത്ത ആ പുസ്തകത്തിനെ നോക്കി ചേതൻ ചിരിച്ചു. എല്ലാ വിവരങ്ങളും ഉണ്ട്, പക്ഷെ സ്വന്തമായൊരു പേര് മാത്രമില്ല. പാവം. ഒരു കാര്യം ചെയ്യാം, ഈ പുസ്തകത്തിന്റെ പേര് ഡെസ്റ്റിനി ഓഫ് മാജിക് അഥവാ ഷോർട്ടായി ഡി മാജിക് എന്നാക്കാം എന്ന് ചേതൻ പറഞ്ഞു നിർത്തിയതും ആ പുസ്തകത്തിന്റെ പുറം ചട്ടയിൽ ഡി മാജിക് എന്ന് സ്വർണ്ണ നിറത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നാ പിന്നെ ഡി മാജിക് പുസ്തകം വായിച്ചു നോക്കാം എന്ന് കരുതി കണ്ണുകൾ അടച്ച് മനസ്സിനെ ഏകാഗ്രമാക്കിയതും ഒരു സ്വർണ്ണ വെളിച്ചം അവന് ചുറ്റും പ്രത്യക്ഷമായി. ചേതൻ അവന്റെ ഉള്ളിലെ 9 ഇന്ദ്രിയങ്ങളെയും തുറന്ന് ധ്യാന നിമിടനായി. ഡോൺ 4ലെ ആദ്യത്തെ സ്റ്റേജിൽ ഒരുവന് തന്റെ ചുറ്റുമുള്ള ഓറ അഥവാ പ്രഭാവലയം കൺട്രോൾ ചെയ്ത് അതിനെ തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ സാധിക്കും എന്നതുകൊണ്ട് ഈ സ്റ്റേജിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടാതെ ഈ സ്റ്റേജ് ഒരു ഫൈറ്ററിനെ സ്വയം രക്ഷയ്ക്ക് പ്രാപ്തമാക്കുമെങ്കിലും അടുത്ത സ്റ്റേജ് അവനെ ഒരു യഥാർത്ഥ പോരാളിയാക്കി മാറ്റും. ഡോൺ 3 വരെയുള്ള ലെവലുകൾ ഒരു ഫൈറ്റർക്ക് ആദ്യ പാഠങ്ങൾ നൽകി അടിസ്ഥാനം ബലപ്പെടുത്തും. എന്നാൽ ഡോൺ 4 അവന്റെ പേശികളെയും ദശകളെയും ശക്തമാക്കി ഒരു യഥാർത്ഥ ഫൈറ്റർ ആക്കി മാറ്റും. ഓരോരുത്തരും മാസങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഈ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യുന്നത്. എന്നാൽ ഡി മാജിക് പുസ്തകം കയ്യിലുള്ളത് കൊണ്ട് ചേതന് അത്ര കാത്തിരിക്കേണ്ടി വന്നില്ല. അവനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സ്വർണ്ണ വെളിച്ചം പെട്ടെന്ന് അവന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അതവന്റെ എല്ലുകളെയും പേശികളെയും ബലപ്പെടുത്തുവാൻ തുടങ്ങി. ശരീരമാകെ തീയിൽ കത്തിയെരിയുന്നത് പോലെ തോന്നിയെങ്കിലും മാറ്റത്തിന്റെ ഒരു പുത്തൻ ഉണർവ് അവന്റെ സിരകളിൽ പടർന്നു കയറി. ഞൊടിയിടയിൽ ചേതന്റെ ശരീരം വായുവിൽ ഉയർന്നു പൊങ്ങി. അവന്റെ ചുറ്റും രൂപം കൊണ്ട പ്രഭാവലയം ഒരു കൊടുങ്കാറ്റ് പോലെ അവനെ ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. അതിനനുസരിച്ച് അവന്റെ ശരീരവും ആ വലയത്തിനുള്ളിൽ കിടന്നു കറങ്ങി. അവസാനം ഒരു വലിയ ശബ്ദത്തോടെ അവന്റെ ശരീരം താഴേക്ക് പതിച്ചു. പുഴുവിൽ നിന്നും പൂമ്പാറ്റയിലേക്ക് പരിണാമം സംഭവിച്ച പോലെ ചേതൻ തന്റെ കണ്ണുകൾ തുറന്നു. ആ, എന്തൊക്കെയാ നടക്കുന്നേ? എത്ര നേരമായി ഈ ട്രാൻസിഷൻ നടക്കാൻ തുടങ്ങിയിട്ട് എന്നൊരു ഐഡിയ ഇല്ലല്ലോ. 1 മണിക്കൂറോ അതോ 2 മണിക്കൂറോ അതോ ഇനി അതിനേക്കാൾ കൂടുതലെടുത്തോ എന്നറിയില്ലല്ലോ. ചേതൻ തട്ടിക്കുടഞ്ഞ് നിലത്തു നിന്നും എഴുന്നേറ്റു. അവന്റെ ദേഹത്ത് ആകെ വിയർപ്പും അഴുക്കും വന്നു മൂടിയിരുന്നു. ലെവലപ്പ് ചെയ്യുമ്പോൾ ഒരുവന്റെ ദേഹത്ത് അത്രയും വർഷങ്ങൾ അടിഞ്ഞുകൂടിയിരുന്ന അശുദ്ധികളെല്ലാം പുറന്തള്ളപ്പെടും. എല്ലാ അർത്ഥത്തിലും അവൻ ഒരു പുതിയ മനുഷ്യനായി മാറിയിരുന്നു. എന്തൊരു നാറ്റമാണത്! ഇതൊക്കെ എന്റെ ദേഹത്തു നിന്ന് തന്നെയാണോ പുറത്തു വന്നത്? ഇത്രയും നാൾ ഇതും വെച്ചുകൊണ്ടാണോ ഞാൻ ജീവിച്ചേ? തന്റെ ദേഹത്തെ നാറ്റം സഹിക്കാൻ വയ്യാതെ ചേതൻ ചിന്തിച്ചു. വേഗം ബാത്റൂമിൽ പോയി കുളിച്ച് ശുദ്ധിയായി പുറത്തേക്ക് വന്നു. അവന്റെ ദേഹം കണ്ണാടി പോലെ വെട്ടിത്തിളങ്ങി. അവന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന തഴമ്പുകളും പാടുകളും എല്ലാം മാഞ്ഞു പോയിരുന്നു. ഒരു നവജാത ശിശുവിൻ്റെതുപോലെ അവന്റെ ശരീരം മൃദുലമായി മാറിയിരുന്നു. പലരും വർഷങ്ങളെടുത്ത് സാധിക്കുന്ന കാര്യമാണ് ചേതൻ ഡി മാജിക് പുസ്തകത്തിന്റെ സഹായത്തോടു കൂടി വെറും മണിക്കൂറുകൾ കൊണ്ട് ചെയ്തത്. ഇപ്പോൾ ചേതൻ ഡോൺ 5 ലെവലിൽ എത്തിയിരുന്നു. തന്റെ ശക്തി എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടി ചേതൻ കൽത്തൂണിന്റെ അരികിലേക്ക് ചെന്നു. ചേതൻ തന്റെ ഉള്ളംകാൽ നിലത്തുറപ്പിച്ച് ശരീരത്തെ വില്ല് പോലെ വളച്ച് കൈകൾ മുന്നിലേക്കെടുത്ത്
ശക്തിയായി പഞ്ച് ചെയ്തതും ആ കൽത്തൂണിന്റെ സ്ക്രീനിൽ 5 എന്ന് എഴുതി കാണിച്ചു. എന്താ, വെറും 5 എന്ന് സംശയത്തോടെ നോക്കിയതും ആ കൽത്തൂണിൽ നിന്നും ഒരു കുഞ്ഞു ശബ്ദം വന്നു. ചേതൻ വീണ്ടും സ്ക്രീനിലേക്ക് നോക്കി. അതിൽ 5ന്റെ അരികിലായി ഒരു കുഞ്ഞ് തീ തെളിഞ്ഞിരുന്നു. 5 ടൺ എന്നായിരുന്നു റീഡിംഗ്. അമ്പോ, ഇതെങ്ങനെ എന്ന് അത്ഭുതത്തോടെ ചോദിച്ച് ചേതൻ തുള്ളിച്ചാടി. അവന്റെ ശക്തി കണ്ട് അവൻ തന്നെ ഞെട്ടിപ്പോയിരുന്നു. ഡോൺ 5-ലുള്ളവരിൽ ഫസ്റ്റ് ലെവലിലുള്ളവർക്ക് 1 ടൺ പവറും, മിഡിൽ ലെവലിലുള്ളവർക്ക് 2 ടൺ പവറും, ഇന്റർമീഡിയറ്റ് ലെവലിലുള്ളവർക്ക് 3 ടൺ പവറുമായിരുന്നു. അവസാനത്തെ സ്റ്റേജിലുള്ള ചിലർക്ക് മാത്രമേ 5 ടൺ പവർ കൈവരിക്കാൻ കഴിയൂ. എന്നാൽ ചേതൻ അത് ലെവൽ 1-ൽ തന്നെ നിസ്സാരമായി സാധിച്ചു. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ 2 ഡോൺ മുകളിലെത്തി. ഇപ്പൊ വാടാ എഡ്വിനെ, വന്നൊന്ന് മുട്ടി നോക്ക്, ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. ശേ, ഇവിടെ ആരെ കാണുന്നില്ലല്ലോ ഒന്ന് മുട്ടി നോക്കാൻ. സന്തോഷം കാരണം ആരോടൊന്നുമില്ലാതെ അവൻ വെല്ലുവിളിച്ചു. തന്നിൽ വന്ന മാറ്റം കണ്ടതോടെ അടുത്ത ലെവലിലേക്ക് എത്തിച്ചേരാനുള്ള ആവേശമായിരുന്നു പിന്നീട് ചേതന്. ടൈം വേസ്റ്റ് ചെയ്യാതെ ലൈബ്രറിയിൽ പോയി അടുത്ത ലെവലിലെത്താൻ എന്ത് ചെയ്യണമെന്ന് നോക്കാം എന്ന് മനസ്സിൽ പറഞ്ഞ് ലൈബ്രറി ലക്ഷ്യം വെച്ച് ചേതൻ ഇറങ്ങി. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വേണ്ട പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് പോവാൻ. വീണ്ടും ലൈബ്രറിയിലേക്ക് വന്ന ചേതനെ കണ്ടതും വിശ്വന് ദേഷ്യം വന്നു. പിന്നെയും ലൈബ്രറി അടയ്ക്കാറായ നേരത്തെ വന്നിരിക്കുന്നു. ഒരു കാര്യം ചെയ്, നീ വേഗം പോയി ഡോൺ 4-നെ കുറിച്ചുള്ള 10 പുസ്തകങ്ങൾ എടുത്തിട്ട് ഒരു വീക്ക് ട്രെയിൻ ചെയ്യും, എല്ലാം ശരിയാവും. അയാൾ ഉപദേശിച്ചു. ഞാൻ ഡോൺ 5-നെ കുറിച്ചുള്ള പുസ്തകങ്ങൾ നോക്കാനാണ് വന്നത്. പുസ്തകം എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി പഠിക്കാനൊന്നും എനിക്ക് നേരമില്ല എന്ന് കളിയോടെ ചേതൻ പറഞ്ഞു. എന്ത്, ഡോൺ 5-നെ കുറിച്ചുള്ള പുസ്തകങ്ങളോ? അപ്പോ എനിക്ക് തെറ്റിയില്ല, നീ കുടിച്ചിട്ട് തന്നെ വന്നത് അല്ലേ? വിശ്വൻ തന്റെ തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. കുടിച്ചിട്ടുണ്ടെങ്കിൽ വല്ലയിടത്തും പാമ്പായി കിടക്കാതെ ഞാൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല, ഞാനേ വായിക്കാൻ വേണ്ടിയാ വന്നത്. അപ്പൊ സംസാരമില്ല, ഞാൻ പോയിട്ട് എന്റെ പണി ഉറങ്ങട്ടെ എന്ന് സ്റ്റൈലിൽ പറഞ്ഞ് ലൈബ്രറിയുടെ ഉള്ളിലേക്ക് ചേതൻ കയറി. ഡോൺ 4 കംപ്ലീറ്റ് ചെയ്യാതെ ഡോൺ 5-ന്റെ പുസ്തകം തേടി വരുന്ന ഇവനൊക്കെ എന്തു പറയാനാണ്? എല്ലാം അവന്റെ കഷ്ടകാലം, അതല്ലേ ഇങ്ങനെ വെളിവില്ലാതെ നടക്കുന്നത് എന്ന് തൂണിൽ തല ചാരിക്കൊണ്ട് പിറുപിറുത്ത് വിശ്വനാഥൻ. ചേതൻ അത് കേട്ടതും അയാൾക്ക് നേരെ തിരിഞ്ഞോണ്ട് പറഞ്ഞു. അതെ മൂത്തോരെ, ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഭയങ്കര സംശയങ്ങളാണെന്നേ. എന്റെ ഒരു സ്റ്റുഡന്റ് എന്നോട് ഡോൺ 5-നെ കുറിച്ച് ഡൗട്ട് ചോദിച്ചു. ഡോൺ 3-ലുള്ള ഞാൻ എങ്ങനെയാ ഡോൺ 5-നെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നേ? അവൻ തട്ടിവിട്ടു. അതും ശരിയാ. അല്ല, ഡോൺ 3-ലുള്ള നിന്നോട് എന്തിനാണ് ഡോൺ 5-നെ കുറിച്ച് ചോദിക്കുന്നത്? നിനക്കും അറിയില്ലെന്ന് പറയാറുന്നില്ലേ? അദ്ദേഹം മറുപടിയായി ചോദിച്ചു. മാജിക് അക്കാദമിയിലെ പ്രൊഫസറായിട്ട് ഞാനങ്ങനെ പറയുന്ന മോശമല്ലേ? അതുകൊണ്ടാണ് ഡോൺ 5-നെ കുറിച്ചുള്ള പുസ്തകങ്ങൾ നോക്കാൻ ഞാൻ വന്നത്. വിശ്വനെ വിശ്വസിപ്പിക്കുന്ന തരത്തിൽ ഒരുവിധം പറഞ്ഞൊപ്പിച്ച് പുസ്തകം ലക്ഷ്യമാക്കി നടന്നു. എന്തൊക്കെയാ കാലത്ത് നടക്കുന്നത്? അവരവരുടെ നിലയൊന്നും മെച്ചപ്പെടുത്താൻ നോക്കാതെ അതിനും മേലേക്ക നോട്ടം. സാറും കണക്കാ, പിള്ളേരും കണക്കാ. നേരം വെളുക്കട്ടെ, ഞാനത് പ്രിൻസിപ്പലിനോട് പറയുന്നുണ്ട്. വിശ്വൻ ഉറപ്പിച്ചു. മാജിക് സ്കൂളിലെ നിയമം അനുസരിച്ച് ഒരു ലെവൽ കഴിഞ്ഞവർക്ക് മാത്രമേ അടുത്ത ലെവലിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ നോക്കാൻ അനുവാദമുള്ളൂ. അല്ലാത്തവർ നോക്കിയാൽ അവർക്ക് വലിയ ശിക്ഷ വരെ വിധിയുണ്ട്. ചേതൻ ഡോൺ 5-ൽ എത്തിയ കാര്യം മറച്ചു വെച്ചിരുന്നത് കൊണ്ട് അവൻ ചെയ്യുന്നത് തെറ്റാണെന്ന് വിശ്വൻ വിശ്വസിച്ചു. വിശ്വൻ തനിക്കെതിരെ പ്ലാൻ ചെയ്യുന്നത് ഒന്നും അറിയാതെ ഡോൺ 5 പുസ്തക സെക്ഷന്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു ചേതൻ. ഡോൺ 4 സെക്ഷനിൽ 2000-ഓളം പുസ്തകങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെയാകെ 200-ഓളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഡോൺ 6-ന് ശേഷമുള്ള പുസ്തകങ്ങൾ ഒന്നും ആ ലൈബ്രറിയിൽ ഇല്ലായിരുന്നു. കാരണം മാജിക് അക്കാദമിയിലെ ഏറ്റവും ടോപ്പ് പൊസിഷനിലുള്ള ആൾ വരെ ഡോൺ 6 സ്റ്റേജ് കടന്നിട്ടില്ല. പിന്നെ അവിടെ അത്തരമൊരു പുസ്തകത്തിന്റെ ആവശ്യമില്ലല്ലോ. ചേതൻ നേരത്തെ പോലെ പുസ്തകങ്ങളെല്ലാം വേഗത്തിൽ മറച്ചു നോക്കി തിരികെ തന്റെ വീട്ടിലേക്ക് ചെന്നു. അവൻ തന്റെ കണ്ണുകൾ അടച്ച് മനസ്സ് ഏകാഗ്രമാക്കി ഡെസ്റ്റിനി പുസ്തകം തുറന്നതും അതിൽ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ പേരില്ലാത്ത ഒരു പുസ്തകം തെളിഞ്ഞു വന്നു. എന്നിട്ട് ആ പുസ്തകം ഡി മാജിക് പുസ്തകത്തിന്റെ കൂടെ ഒന്ന് ചേർന്നു. അവൻ അടുത്ത സ്റ്റേജിലേക്ക് കടക്കാനുള്ള മെത്തേഡ്സ് വായിച്ച് തന്റെ കണ്ണുകൾ അടച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി. ചേതന് ചുറ്റും ഒരു സ്വർണ്ണ വെളിച്ചം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. നേരത്തെ ചെയ്തതുപോലെ അവന്റെ ഉള്ളിലുള്ള 9 ഇന്ദ്രിയങ്ങളെയും തുറന്ന് അവൻ ആ വെളിച്ചത്തെ തന്നിലേക്ക് ആവാഹിച്ചു. അവന് തന്റെ ദേഹമാകെ പൊള്ളുന്നത് പോലെ തോന്നി. ഞൊടിയിടയിൽ അവന്റെ ശരീരം വായുവിൽ ചെറുതായി ഉയർന്നു പൊന്തി. ഏകദേശം 4 മണിക്കൂറോളം വായുവിനോടൊപ്പം വട്ടമിട്ട് കറങ്ങി. പെട്ടെന്ന് അവന്റെ ശരീരം
കിടുകിട വിറയ്ക്കാൻ തുടങ്ങി. കുറിച്ചുള്ള വിവരങ്ങൾ കൂടി കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഇന്നൊരു ദിവസം കൊണ്ട് അവൻ ഡോൺ 6 ലെവലും കടക്കുമായിരുന്നു. എന്നാൽ അധ്യായം 14. തന്റെ ദേഹത്ത് ചുറ്റിയിരുന്ന സ്വർണ്ണ നിറമുള്ള പ്രഭാവലയം മെല്ലെ മാഞ്ഞു തുടങ്ങിയതോടെ ചേതൻ തന്റെ കണ്ണു തുറന്നു. എന്താ നടക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല. പെട്ടെന്ന് അവന്റെ ഉള്ളിൽ നിന്നും ഡോൺ ഫയർ പീക്ക് ലെവൽ എന്നൊരു ശബ്ദമുയർന്നു. പീക്ക് ലെവലിൽ എത്തിയോ ഞാൻ? അവന് വിശ്വസിക്കാനായില്ല. പല വർഷങ്ങളുടെ കഠിന പ്രയത്നം കൊണ്ട് മാത്രം എത്താൻ കഴിയുന്ന ഡോൺ 5 പീക്ക് ലെവലിൽ വെറും 4 മണിക്കൂർ കൊണ്ട് എത്തുമെന്ന് ചേതൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഡോൺ 3 ലെവലിൽ നിന്നും ഡോൺ 5 ലെവലിലേക്ക് വെറും 7 മണിക്കൂർ കൊണ്ട് ചേതൻ എത്തിച്ചേർന്നു. ഡോൺ 6 ലെവലിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടി കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഇന്നൊരു ദിവസം കൊണ്ട് അവൻ ഡോൺ 6 ലെവലും കടക്കുമായിരുന്നു. എന്നാൽ അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട് കൂടുതൽ ആലോചിക്കാതെ ചേതൻ അത് വിട്ടു. ഡോൺ 6 ലെവലിൽ എത്താൻ വേണ്ടി 108 അക്യുപ്രഷർ പോയിന്റ്സ് ഓപ്പൺ ചെയ്യണം. മനുഷ്യ ശരീരത്തിലെ 9 ഇന്ദ്രിയങ്ങൾ പോലെ തന്നെ 108 അക്യുപ്രഷർ പോയിന്റ്സും ഉണ്ട്. അതിൽ 72 മാത്രമേ തുറക്കാൻ സാധിക്കുകയുള്ളൂ. ഈ 72 അക്യുപ്രഷർ പോയിന്റ്സ് ഓപ്പൺ ചെയ്താൽ ഡോൺ 6 ലെവലിൽ എത്തിച്ചേരാൻ സാധിക്കും. ഓരോരുത്തരുടെ ശരീരത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പരിശ്രമവും ചെയ്തെങ്കിൽ മാത്രമേ ആ 72 അക്യുപ്രഷർ പോയിന്റ്സ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആരെങ്കിലും ഒരാൾ 5-6 അക്യുപ്രഷർ പോയിന്റ്സ് ഓപ്പൺ ചെയ്തിട്ട് ബാക്കി ചെയ്യാൻ കഴിയാതെ തന്റെ പരിശ്രമം അവസാനിപ്പിച്ചു എന്നിരിക്കട്ടെ. അങ്ങനെ സംഭവിച്ചാൽ അയാൾ ജീവിതകാലം മുഴുവനും ആ ലെവലിൽ കുടുങ്ങിക്കിടക്കും. ഒരു തവണ പാതിയിൽ നിർത്തിയാൽ പിന്നീട് ഒരിക്കലും അത് മുഴുവനായി പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ചേതൻ സന്തോഷത്തിൽ കൈകൾ ഉയർത്തിക്കൊണ്ട് തുള്ളിച്ചാടി. ഐ കാൻ ബിലീവ് ഇറ്റ്! അവൻ ആർപ്പ് വിളിച്ചു. മാജിക് അക്കാദമിയിലെ ഏറ്റവും വേഴ്സ്റ്റ് ടീച്ചർ, ലോക തോൽവി, എലിജിബിലിറ്റി ടെസ്റ്റിൽ 0 വാങ്ങിയവൻ എന്തൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്ക്, ഡോൺ 5 പീക്ക് ലെവലിലെത്തി ഈ ചേതൻ. ആരോടൊന്നില്ലാതെ അവൻ വിളിച്ചു പറഞ്ഞു. ഡോൺ 5ന്റെ തുടക്കത്തിൽ തന്നെ അവന്റെ പഞ്ചിങ് പവർ 5 ടൺ ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്ര പവർ ഉണ്ടാകുമെന്ന് അറിയാൻ ചേതന് ആകാംക്ഷയായി. ഇപ്പൊ തന്നെ നോക്കിയേക്കാം എന്ന് കരുതി അവൻ കൽത്തൂണിനരികിലേക്ക് ചെന്നു. തന്റെ ശക്തി മുഴുവൻ പുറത്തെടുത്തുകൊണ്ട് ചേതൻ ആഞ്ഞു പഞ്ച് ചെയ്തു. ചേതന്റെ പ്രഹരത്തിന്റെ ആഘാതത്തിൽ ആ തൂണ് ആകെ ഒന്ന് കുലുങ്ങി അതിൽ 8 ടൺ എന്ന് റീഡിംഗ് കാണിച്ചു. 8 ടണ്ണോ? അത്രയൊക്കെ പവർ ഡോൺ 5-ലുള്ളവർക്ക് ഉണ്ടാവുമോ? ചേതന് വിശ്വസിക്കാനായില്ല. ഡോൺ 6ന്റെ ആദ്യ സ്റ്റേജിലുള്ളവർക്കാണ് 8 ടൺ പവർ സാധാരണയായി കണ്ടുവരുന്നത്. എന്നാൽ ചേതന് ഡോൺ 5 പീക്ക് ലെവലിൽ തന്നെ ആ പവർ ലഭിച്ചു. ചേതൻ അളവില്ലാത്ത സന്തോഷത്തിലായിരുന്നു. ആ സന്തോഷത്തിന്റെ കൂടെ തന്നെ അളവില്ലാത്ത വിശപ്പും അവൻ അനുഭവപ്പെട്ടു. എന്തെങ്കിലും കഴിക്കണമെന്ന് അവൻ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ശബ്ദം അവന്റെ കാതിൽ എത്തിച്ചേർന്നത്. ചേതന്റെ പവറിന്റെ കൂടെ തന്നെ അവന്റെ കേൾവി ശക്തിയും കാഴ്ചശക്തിയും കൂടിയിരുന്നു. ചേതൻ ഇപ്പോൾ തന്റെ വീട്ടിൽ നിന്നും അല്പം ദൂരെയായുള്ള കൽത്തൂണിന് അരികിലായാണ് നിൽക്കുന്നത്. അവൻ നോക്കിയതും അവന്റെ വീടിനടുത്തായി ഒരു രൂപത്തെ കണ്ടു. അതാരെന്നറിയാനായി ചേതൻ അടുത്തേക്ക് ചെന്നു. ആരായിരിക്കത്? ഇനി മാജിക് സ്കൂളിലെ ആരെങ്കിലും ആയിരിക്കോ? ഞാനൊരു ദിവസം കൊണ്ട് ഡോൺ 3-ൽ നിന്നും ഡോൺ 5-ലെത്തിയത് അറിഞ്ഞു വന്നതാണോ? ഞാൻ ഡോൺ 5-ലെത്തിയത് അറിഞ്ഞ പ്രശ്നമാകുമല്ലോ എന്ന് മനസ്സിൽ ആലോചിച്ചുകൊണ്ട് അവിടെയുള്ള ഒരു മരത്തിന്റെ പിന്നിൽ നിന്ന് ആ കറുത്ത വസ്ത്രം ധരിച്ച രൂപത്തെ ചേതൻ നോക്കി. താൻ ആരാണെന്ന് മനസ്സിലാവാതെയിരിക്കാൻ അയാൾ തന്റെ മുഖം ഒരു തുണി കൊണ്ട് കെട്ടി മറച്ചു വെച്ചിരുന്നു. അയാൾ പമ്മി പമ്മി ചേതന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു. നിനക്ക് എത്ര ധൈര്യമുണ്ടായിട്ടാവണം എന്റെ മേടത്തിന്റെ അടുത്ത് തന്നെ വന്ന് വെള്ളച്ചിലെടുത്തത് എന്ന് ആ രൂപം പിറുപിറുക്കുന്നത് ചേതൻ കേട്ടു. ഈ വൃത്തികെട്ട ശബ്ദം ഞാൻ എവിടെയോ എന്നോർത്തുകൊണ്ട് അതാരാണെന്ന് ചേതൻ ചിന്തിക്കാൻ തുടങ്ങി. ആ രൂപം ചേതന്റെ വീടിന്റെ വാതിക്കലെത്തിയതും അവൻ അയാളെ പിന്തുടർന്നു. പെട്ടെന്നാണ് ആ രൂപം തന്റെ നടത്തം നിർത്തി തിരിയാതെ തന്നെ ചേതന്റെ നേരെ കത്തി വീശിയത്. ചേതൻ വേഗത്തിൽ തന്റെ തല കുനിച്ചതും അവന്റെ പിന്നിലായുള്ള മരത്തിൽ ആ കത്തി തറഞ്ഞു കയറി. ചേതൻ അപ്പോഴും ആളെ പിടികിട്ടിയിരുന്നില്ല. ആരാണ് നിങ്ങൾ എന്നവൻ ചോദിച്ചതും അയാൾ മറ്റൊരു കത്തി ചേതന് നേരെ വീശി. പക്ഷേ ചേതൻ അതിൽ നിന്നും വീണ്ടും വഴുതി മാറി. അതിനു മുമ്പ് നീ ആരാണെന്ന് പറ, ആ രൂപം കടുപ്പമുള്ള ശബ്ദത്തിൽ അവനോട് ചോദിച്ചു. തന്റെ മുഖം മാസ്ക് കൊണ്ട് മൂടിയിരുന്നത് കൊണ്ട് അയാൾക്ക്
താൻ ആരാണെന്ന് മനസ്സിലായിട്ടില്ല എന്ന് അപ്പോഴാണ് ചേതന് കത്തിയത്. ഞാൻ ആരായാലും നിനക്കെന്താ? എന്റെ ലക്ഷ്യം ചേതനാണ്. ഞാൻ അവനെ കൊല്ലും എന്ന് ശബ്ദം മാറ്റിക്കൊണ്ട് ചേതൻ ഒരു നമ്പർ ഇറക്കി. എന്ത്? നീ അവനെ കൊല്ലാൻ വന്നതാണെന്നോ? അയാൾക്ക് ആവേശമായി. നിന്നെ പോലെ എത്ര പേർ വന്നാലും എന്നെ തടയാൻ പറ്റില്ല. ഞാൻ അവനെ കൊന്നിട്ടേ പോവും എന്ന് അഭിനയം തുടർന്നുകൊണ്ട് ചേതൻ പറഞ്ഞു. നീ അവനെ കൊല്ലാനാണ് വന്നതെങ്കിൽ ഞാൻ തടയില്ല. എന്തിന്? നിനക്ക് സഹായം പറഞ്ഞ് ഞാൻ ചെയ്തു തരാം. Go ahead. എന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആ രൂപം പറഞ്ഞു. ഓഹോ, അപ്പൊ നീയും അവനെ കൊല്ലാൻ വന്നതാണോ? ചേതൻ അയാളോട് ചോദിച്ചു. കൊല്ലാനല്ല, അവനെ ഒരു പാഠം പഠിപ്പിക്കാൻ വന്നതാണ്. പക്ഷേ നിനക്ക് എന്നേക്കാൾ കൂടുതൽ നേടാനുള്ള സ്ഥിതിക്ക് നീ തന്നെ അവനെ കൊന്നോ. ഞാനിവിടെ കാവൽ നിൽക്കാം. ആ രൂപം പറഞ്ഞു. അല്ല, നിങ്ങളും ചേതനും തമ്മിൽ എന്താണ് പ്രശ്നം? നിങ്ങൾ എന്തിനാണ് അവനൊരു പാഠം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ചേതൻ തന്ത്രത്തിൽ ചോദിച്ചു. ചേതനിന്റെ മേടത്തെ അപമാനിച്ചു. അതവൻ ജീവിതത്തിൽ മറക്കാത്ത വിധത്തിൽ ഒരു പണി കൊടുക്കണം. അതിനാണ് ഞാൻ ഇവിടെ വന്നത് തന്നെ. ആ രൂപം പറഞ്ഞു. എന്റെ ചേത, നീ ഇവിടെ എന്തൊക്കെ കുരിശൊപ്പിച്ചു വെച്ചിട്ടാണ് പോയത്? ചേതന്റെ ഉള്ളിൽ ഉള്ള ജഗൻ മേലോട്ട് നോക്കിക്കൊണ്ട് മെല്ലെ പറഞ്ഞു. താനീ മേലോട്ട് എന്ത് നോക്കിക്കൊണ്ട് നിൽക്കുക? ഇപ്പൊ തന്നെ സമയം ഒരുപാട് വൈകി. വേഗം വന്ന കാര്യം തീർക്കാൻ നോക്ക്. അയാൾ അക്ഷമനായി. ഒരു കാര്യം ചെയ്യ്, നീയും ഇവിടെ ചേതനോട് ദേഷ്യം തീർക്കാനല്ലേ വന്നത്? അതുകൊണ്ട് നീ ആദ്യം പോ, ഞാൻ പിറകെ വരാം. ചേതൻ പറഞ്ഞത് കേട്ട് ആ രൂപം സംശയത്തോടെ അവനെ നോക്കി. ചേതൻ ഇട്ടിരുന്ന മാസ്ക് കൂടി കണ്ടതും അയാളുടെ സംശയം കൂടി. അല്ല, നീയും ഞാനും എങ്ങനെ ഒരു സമയത്ത് ഇവിടെ എത്തി? എവിടെയോ എന്തോ ഒരു തകരാറുള്ളത് പോലെ. ആ രൂപം ചേതനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. ചേതനെ കൊല്ലാനല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഈ പാതിരയ്ക്ക് ഇവിടെ പമ്മി പമ്മി വരണം? ചേതൻ പിടിക്കപ്പെടാതിരിക്കാനായി പറഞ്ഞു. അതും ശരിയാണ്, ഞാൻ നിന്നെ സംശയിച്ചതൊന്നുമല്ല കേട്ടോ. ശരി, നീ പറഞ്ഞതുപോലെ ഞാൻ ആദ്യം പോവാം, നീ പിന്നാലെ വാ എന്ന് പറഞ്ഞ് ആ രൂപം മുന്നിലേക്ക് നടന്നു. അല്ല മച്ചാ, ഇത്രയും ഗാംഭീര്യമുള്ള മച്ചാനെ ആരെങ്കിലും പറ്റിക്കോ? തന്ത്രത്തിലെ കാര്യം മനസ്സിലാക്കാൻ ചേതൻ അയാളോട് ഒന്ന് പൊക്കിയടിച്ചു. എല്ലാവരും എന്നെ പറ്റി ഇത് തന്നെയാ പറയാറ്. ചേതന്റെ വാക്കുകൾ നന്നേ ബോധിച്ച ആ രൂപം മറുപടി പറഞ്ഞു. ചേതൻ അയാളുടെ കൂടെ മുന്നോട്ട് നടന്നു. അയാളുടെ കയ്യിൽ ഒരു സ്ക്രീൻ ഉണ്ടായിരുന്നത് ചേതൻ ശ്രദ്ധിച്ചു. അതിൽ ഡോൺ 5 എന്ന് കാണിച്ചു. അത് കണ്ട അയാൾ തിടുക്കം കൂട്ടി. അയാൾ ചേതന്റെ നീക്കങ്ങൾ ശ്രദ്ധിച്ചു. അവിടെ നിൽക്കാതെ വേഗം നടക്ക്, അയാൾ പറഞ്ഞു. ചേതൻ തന്റെ ഡെസ്റ്റിനി പുസ്തകം തുറന്ന് അതിൽ അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ നോക്കി. അയാളുടെ പേരിന്റെ സ്ഥാനത്ത് അഞ്ഞൂറാൻ എന്ന് എഴുതിയിരുന്നു. അഞ്ഞൂറാൻ, ഈ വൃത്തികെട്ട പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ചേതൻ ആലോചിച്ചു. ഇത് രാവിലെ സാറിയുടെ കൂടെ വന്ന പിശാചല്ലേ, ബോഡി ഗാർഡ് അഞ്ഞൂറാൻ. അവൻ അമ്പരന്നു. ആ രൂപത്തെക്കുറിച്ചുള്ള ബാക്കി വിവരങ്ങൾ കൂടി അവൻ നോക്കി. അഞ്ഞൂറാൻ, ഡോൺ 6 ഫസ്റ്റ് സ്റ്റേജ് ഫൈറ്റർ, 9 അക്യുപ്രഷർ പോയിന്റ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കുറവുകൾ വീക്ക് പോയിന്റ് അരക്ക് താഴെ. അങ്ങനെ അയാളുടെ എല്ലാ വിവരങ്ങളും അതിലുണ്ടായിരുന്നു. അത് മാത്രമല്ലാതെ മറ്റൊരു സൈഡ് നോട്ട് കൂടി ഉണ്ടായിരുന്നു. 9 അക്യുപ്രഷർ പോയിന്റ്സ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അയാളുടെ സ്ട്രെങ്ത് 12 ടണ്ണാണ് എന്നായിരുന്നു ആ നോട്ടിലുള്ളത്. എന്ത് 12? എന്റെ 8 പവർ വെച്ച് എനിക്കിവനെ ഒന്നും ചെയ്യാനാവില്ലല്ലോ. ചേതൻ ചിന്തിച്ചു. നോക്കാം, എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല, അവനോർത്തു. നീ എന്തായി നോക്കി നിൽക്കുന്നത്? അഞ്ഞൂറാൻ ചേതനോട് ചോദിച്ചു. മേലോട്ട് നോക്കി, അത് കണ്ടോ? മേലേക്ക് കൈ ചൂണ്ടി അയാളുടെ ശ്രദ്ധ തിരിക്കാനായി ചേതൻ നോക്കി. എന്ത് കണ്ടോന്ന്? മേലേക്ക് നോക്കി സംശയത്തോടെ അഞ്ഞൂറാൻ ചോദിച്ചു. UFO എന്ന് നിർത്തി നിർത്തി പറഞ്ഞു ചേതൻ. എന്നിട്ട് തന്റെ ശരീരം തളർത്തി അടിക്കാൻ തയ്യാറായി നിന്നു. UFO? അതെന്താ എന്ന് അയാൾ ചോദിച്ചതും, നിനക്ക് ഞാനത് ഇപ്പൊ മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ അരയ്ക്ക് കീഴെ ആഞ്ഞ് ചേതൻ ചവിട്ടി. അവന്റെ ചവിട്ടുകൊണ്ട് അയാൾ ഒരു പാറക്കല്ലിൽ മുഖമിടിച്ച് വീണതും അയാളുടെ തല പൊട്ടി രക്തം മുഖത്തേക്ക് ഒഴുകി വന്നു. എടാ പാവി, നിന്നെ വിശ്വസിച്ച് നിന്റെ കൂടെ വന്നിട്ട് നീ എന്നെ ചതിച്ചല്ലേ?
ആരാ നീ? ചേതന കൊല്ലം വന്നവനാണെന്ന് പറഞ്ഞിട്ട് എന്നെ പിന്നെ നിന്നും അടിക്കാൻ നാണമില്ല നിനക്ക്? ഒന്നുമില്ലെങ്കിലും ഒരു ഡോൺ 5 മാസമായിട്ട് കൂടി അതിന്റെ ഒരു അന്തസ് കാണിച്ചൂടെ എന്ന് ചതിക്കപ്പെട്ടതിന്റെ ദേഷ്യത്തിൽ അഞ്ഞൂറാൻ വിളിച്ചു പറഞ്ഞു. ചേതൻ അയാളെ വീണ്ടും അടിക്കാൻ നിൽക്കാതെ തന്റെ മനസ്സൊന്ന് ശാന്തമാക്കി ആലോചിച്ചു. ആ നിലത്ത് വീണ് കിടക്കുന്നത് നാട്ടുകൂട്ട തലവന്റെ ആളാ. ഇവനെന്തെങ്കിലും ചെയ്തിട്ട് ഇത് നാട്ടുകൂട്ട എന്റെ നേരെ വന്നാലോ? അയാളൊക്കെ ഇവിടുത്തെ വലിയ പവർഫുൾ ആയ ആളല്ലേ. അവരെയൊക്കെ വെറുപ്പിക്കാൻ പറ്റില്ല. എന്റെ കഴിവുകൾ മുഴുവനായി പുറത്തു വരുന്നത് വരെ ഒന്നടങ്ങുന്നതാണ് നല്ലത് എന്നോർത്ത് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചേതൻ ആലോചിച്ചു. സത്യത്തിൽ ആരാടാ നീ എന്ന് വീണടുത്തൊന്നും എഴുന്നേക്കാൻ കഴിയാതെ അഞ്ഞൂറാൻ ചോദിച്ചു. തന്റെ നേരെ സംശയം വരാത്ത രീതിയിൽ എങ്ങനെ ഇത് ഒഴിവാക്കി വിടാം എന്ന് ആലോചിച്ചപ്പോഴാണ് വിമലിനെ പറ്റി ചേതൻ ഓർത്തത്. തൽക്കാലം ഇത് നൈസായിട്ട് വിമലിന്റെ തലയിലിടാം. വിമൽ സ്കൂളിലെ പേരുകെട്ട മുൻ പ്രൊഫസറിന്റെ കൊച്ചുമോൻ ആയതുകൊണ്ടും അയാൾക്ക് അത്യാവശ്യം പേരുള്ളത് കൊണ്ടും വിമലിന്റെ നേരെ അഞ്ഞൂറാൻ ഒരു പ്രശ്നത്തിനും പോകില്ല എന്ന് ചേതൻ അറിയാം. ഇന്ന് വൈകുന്നേരം ഞാനും എന്റെ ഗേൾഫ്രണ്ടും വരുന്ന വഴിക്ക് ചേതൻ വന്ന പ്രശ്നം ഉണ്ടാക്കി. അതിന് അവനൊരു പാഠം പഠിപ്പിക്കാമെന്ന് കരുതി വന്നപ്പോ എനിക്ക് മുൻപേ നീ ഇവിടെ നിൽക്കുന്നു. നീ ചേതൻ എന്തെങ്കിലും ചെയ്തിട്ട് അവൻ തട്ടിപ്പോയാ അതെന്റെ തലയിലാവില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അഞ്ഞൂറാനെ ചേതൻ വീണ്ടും ഒന്ന് തൊഴിച്ചു. അതിന് നീയല്ലേ അവനിവിടെ കൊല്ലാൻ വന്നത്? ഭ്രാന്ത, ഞാൻ അവനെ അടിക്കാനല്ലേ വന്നത്? അഞ്ഞൂറാൻ വേദനയിൽ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. ഓ, വേദനയുടെ ഇടയിൽ ലോജിക്ക് പറയുന്നു നോക്കിക്കവൻ ചേതൻ മനസ്സിൽ പറഞ്ഞു. ചേതൻ ആരെങ്കിലും അടിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമായിരിക്കണം. അതെന്റെ വാശിയാ എന്ന് പറഞ്ഞ് വീണ്ടും തൊഴിച്ചതും അഞ്ഞൂറാൻ പാറയ്ക്ക് പുറകിലേക്ക് ഉരുണ്ടുപോയി വീണു. തപ്പിത്തടഞ്ഞ് എഴുന്നേറ്റ അയാൾ വേഗം ജീവനും കൊണ്ട് തടി തപ്പി. ചേതൻ വേഗം വീടിനകത്തേക്ക് കയറി. ഈ അഞ്ഞൂറാൻ എന്തിനാണ് എന്നെ അടിക്കാൻ വന്നത്? സാറയുടെ അടുത്ത് ഞാൻ മോശമായൊന്നും പെരുമാറിയില്ലല്ലോ. ഇനി അന്ന് നടന്നൊക്കെ അയാൾ തെറ്റിദ്ധരിച്ചു കാണൂ. എന്തായാലും അയാൾക്ക് സാറേ വലിയ കാര്യമാണെന്ന് തോന്നുന്നു. ചേതൻ മനസ്സിലോർത്തു. 12 ടൺ പവറുള്ള ആളെയാണ് ഞാൻ അടിച്ചത്. കൊള്ളാൻ ചേതാ, ഈ കഴിവ് ഇങ്ങനെ തന്നെ നീ മെയിൻറ്റെയിൻ ചെയ്യണം അവൻ തന്നോട് തന്നെ പറഞ്ഞു. നേരം വെളുക്കാൻ ഇനിയും സമയമുള്ളത് കൊണ്ട് അവൻ ഉറങ്ങാൻ കിടന്നു. സാറയുടെ ബോഡി ഗാർഡ് തന്നേക്കാൾ പവർഫുൾ ആണെങ്കിൽ കൂടി അയാളുടെ വീക്ക് പോയിന്റ് അറിഞ്ഞതുകൊണ്ട് അയാളെ തോൽപ്പിക്കാൻ കഴിഞ്ഞു. എന്നാൽ എപ്പോഴും ഇത് സംഭവിക്കണമെന്നില്ല. ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ഒരുവൻ വളരെ പവർഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ പവർഫുൾ ആയ ഒരാളുടെ കൂടെ നിൽക്കണം. പുലർച്ചെയായതും സൂര്യൻ പ്രകാശം പരത്തിക്കൊണ്ട് ആകാശത്ത് ഉദിച്ചു നിന്നു. പുതിയൊരു ദിവസത്തിന് തയ്യാറായി ചേതൻ ഉറക്കത്തിൽ നിന്നും ഉണർന്നു. അവൻ നേരത്തെ തന്നെ അക്കാദമിയിലേക്ക് പോയി. ചേതൻ ക്ലാസ്സിലേക്ക് കയറിയതും സാർ വന്നോ, ഞാൻ സാറിനെ വെയിറ്റ് ചെയ്യുമായിരുന്നു എന്നൊരു ശബ്ദം കേട്ടു. ചേതൻ നോക്കിയതും കയ്യിൽ ചൂലും പിടിച്ചു നിൽക്കുന്ന വിവേകിനെയാണ് കണ്ടത്. ഇപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ക്ലാസ് റൂം? ഞാൻ ക്ലീൻ ചെയ്താ എന്ന് ആവേശത്തോടെ അവൻ പറഞ്ഞു. സൂപ്പർ ആയിട്ടുണ്ട് വിവേക്. നീ എന്ന് വരുമെന്ന് പോലും ഞാൻ കരുതിയില്ല. ബട്ട് കറക്റ്റായി വന്ന് നീ പറഞ്ഞതെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ. ചേതൻ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. സാർ, ഇത്ര മാത്രമേ ഉള്ളൂ? എനിക്കിതിന് സ്പെഷ്യൽ ആയിട്ട് വല്ല കോംപ്ലിമെന്റ് എന്താ? വല്ല സ്പെഷ്യൽ പഞ്ചോ കിക്കോ അങ്ങനെ എന്തെങ്കിലും താ. അവന് ആവേശം കൂടി. ഉറപ്പായിട്ട് നിനക്ക് പഠിപ്പിച്ചു തരാം. ബട്ട് ബാക്കി സ്റ്റുഡൻസ് കൂടെ വരട്ടെ എന്ന് അവന്റെ തലയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു ചേതൻ. കുറച്ചു കഴിഞ്ഞതും എഡ്വിന്റെ പഴയ സ്റ്റുഡന്റ് ഋഷി അവിടെ എത്തി. ചേതനെ വലിയ വില കൊടുക്കാതെ പുച്ഛത്തോടെ നോക്കി ഋഷി മറ്റുള്ളവരെ പോലെ ചേതനെ മുഴുവനായി തന്റെ പ്രൊഫസറായി സ്വീകരിച്ചിരുന്നില്ല. ഋഷിയുടെ ആ നോട്ടം ചേതനിൽ അനിഷ്ടം ഉളവാക്കി. അധ്യായം 15. ഋഷിക്ക് പിന്നാലെ തന്നെ ആനന്ദും മേഘയും ക്ലാസ്സിലെത്തി. ഇന്ന് എങ്ങനെങ്കിലും എന്റെ അസുഖത്തിന് മരുന്ന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സാറ കണ്ണുകൾ തുറന്നു. സാറ തനിക്ക് പ്രത്യേകമായി ഒരുക്കിയ മുറിയിലായിരുന്നു താമസിച്ചിരുന്നത്. നാട്ടുകൂട്ടത്തലവന്റെ മകളായതുകൊണ്ട് ബാക്കി സ്റ്റുഡൻസിനെ പോലെ അല്ലാതെ അവൾക്കും പ്രത്യേകമായൊരു റൂം കിട്ടിയിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് റൂമുകളുള്ള ആ ഡോർമെട്രിയിൽ അഞ്ഞൂറാന്റെ മുറിയും സാറയുടെ മുറിയുടെ അടുത്തായിരുന്നു. സാറ ക്ലാസ്സിലേക്ക് പോകാൻ റെഡിയായി റൂമിൽ നിന്നും ഇറങ്ങി അഞ്ഞൂറാന്റെ റൂമിന് മുമ്പിൽ ചെന്ന് നിന്ന് പറഞ്ഞു. അഞ്ഞൂറാനെങ്കിൽ ഞാൻ സ്കൂളിൽ പോകുവാണ്, ബൈ. സാറ അതും പറഞ്ഞ് അവിടെ നിന്നും പോകാൻ ഒരുങ്ങിയതും മാഡം കുറച്ചു നേരം വെയിറ്റ് ചെയ്യ്, ഞാനും വരുന്നു എന്ന് അഞ്ഞൂറാൻ വിളിച്ചു പറഞ്ഞു.
ശരി ശരി, വേഗം വാ, ടൈമായി, സാറ പറഞ്ഞു. അഞ്ഞൂറാൻ വേഗം തന്നെ കതക് തുറന്ന് പുറത്തേക്ക് വന്നു. അയാളെ കണ്ടതും, അങ്കിൾ എന്താ പറ്റിയേ? മുഖക്ക് എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഇന്നലെ രാത്രി ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അഞ്ഞൂറാന്റെ മുഖത്തും കയ്യിലും കാലിലുമുള്ള മുറിവുകൾ കണ്ട് ഞെട്ടലോടെ സാറ തിരക്കി. നേരത്തെ ട്രെയിനിങ് ചെയ്തപ്പോ കയ്യബദ്ധം പറ്റിയതാ. അഞ്ഞൂറാൻ ഇന്നലെ നടന്നത് ഒക്കെ മറച്ചു വെക്കാനായി സാറയോട് പറഞ്ഞു. അങ്കിൾ എന്താ ഈ പറയുന്നത്? ട്രെയിനിങ് കൊണ്ട ഒരാൾക്ക് ഇത്ര മുറിവൊക്കെ വരുമോ? കള്ളം പറയാതെ സത്യത്തിൽ എന്താ സംഭവിച്ചത് പറ എന്ന് അയാളോട് സാറ ദേഷ്യത്തിൽ ചോദിച്ചു. മാഡം, ഇതെന്റെ പേഴ്സണൽ ഇഷ്യൂ ആണ്. മാഡം പേടിക്കണ്ട, ഇത് ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തോളാം. അഞ്ഞൂറാൻ അവളെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു. അങ്ങനെ പറഞ്ഞ എങ്ങനെയാണെങ്കിൽ ഞാനിത് എന്തായാലും അച്ഛനോട് പറയാൻ പോവുകയാണ്. ബാക്കി അച്ഛൻ നോക്കിക്കോളും, സാറ ദേഷ്യത്തിൽ പറഞ്ഞു. മാഡം പ്ലീസ്, ഇത് ഞാൻ നോക്കിക്കോളാം. മാഡം പോവാ, നമുക്ക് സ്കൂളിലേക്ക് പോവാം. ആ ചേതൻ നല്ല ടീച്ചറാണോ അതോ എല്ലാവരും പറയുന്നത് പോലെ ഒരു പാഴാണോ എന്ന് എനിക്കറിയണം. അവൻ എല്ലാവരും പറയുന്നത് പോലെയാണെങ്കിൽ ഇന്ന് തന്നെ അവനെ മാറ്റി നമുക്ക് വേറെ ടീച്ചറെ നോക്കാം എന്ന് വിഷയം മാറ്റാനായി അയാൾ പറഞ്ഞു. അഞ്ഞൂറാൻ പറയുന്നത് കണ്ട് ഇതിൽ കൂടുതൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് സാറയ്ക്ക് മനസ്സിലായി. സാറ സ്കൂൾ ലക്ഷ്യമാക്കി നടന്നു. കൂടെ അവൾക്ക് പിന്നിലായി അഞ്ഞൂറാനും. മേഘ മുൻനിരയിൽ തന്നെ തന്റെ ഇരിപ്പ് ഉറപ്പിച്ചിരുന്നു. സാറയും അഞ്ഞൂറാനും ക്ലാസിന്റെ വാതിൽക്കൽ എത്തിയപ്പോൾ തന്നെ ചേതൻ അവരെ കണ്ടു. സാറ മുന്നിലേക്ക് നടന്ന് ക്ലാസിന്റെ ഉള്ളിലേക്ക് കയറി. എന്നാൽ അഞ്ഞൂറാൻ വാതിൽക്ക് തന്നെ നിന്നു. സാറ, ഇനി ക്ലാസ്സിൽ വരുമ്പോ നീ മാത്രം വന്നാ മതി, ഇത്തരക്കാരൊന്നും കൂടെ കൊണ്ടുവരണ്ട എന്ന് അഞ്ഞൂറാന്റെ കോലം കണ്ട് ചേതൻ അവളോട് പറഞ്ഞു. അത് കേട്ടതും മേഘ പൊട്ടിച്ചിരിച്ചു പോയിരുന്നു. ഒരുമാതിരി ചത്ത കാക്കയുടെ പുറത്ത് ലോറി കയറിയത് പോലെ ഉണ്ടല്ലോ, ഇയാളൊക്കെ എങ്ങനെ സാറയുടെ സെക്യൂരിറ്റി ആയി എന്ന് വിവേക് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. സാറയ്ക്ക് അത് കേട്ടതും ദേഷ്യം വന്നു. അഞ്ഞൂറാനും ദേഷ്യത്തിൽ തന്റെ മുഷ്ടി ചുരുട്ടി. ആ പ്രവൃത്തി അയാളുടെ മുറിവുകളിൽ വേദന ഉളവാക്കിയതും അയാൾ വീണ്ടും ദേഷ്യത്തിൽ തന്റെ പല്ല് കടിച്ചു. വേദനയിലും ദേഷ്യം കൊണ്ട് തന്റെ മുഷ്ടി ചുരുട്ടി പിടിക്കുകയല്ലാതെ അയാൾക്ക് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഈ സമയം അയാളുടെ തലയിലൂടെ എന്തായിരിക്കും പോകുന്നുണ്ടാകുക എന്ന് ചേതൻ ചിന്തിച്ചു. ഒന്ന് ചിരിച്ചുകൊണ്ട് അവൻ അയാളുടെ അരികിലേക്ക് ചെന്നു. എന്റെ ക്ലാസ്സിൽ എന്റെ സ്റ്റുഡൻസിന് മാത്രമേ പ്രവേശനമുള്ളൂ, അല്ലാതെ വേറെ ആരെ ഞാൻ കേറ്റാറില്ല എന്ന് അഞ്ഞൂറാന്റെ അടുത്ത് ചെന്ന് ചേതൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ആരെ നോക്കിയാടാ നീ ഇതൊക്കെ പറയുന്നേ? ഞാൻ ഈ നാട്ടുകൂട്ട തലവന്റെ ബോഡിഗാർഡാണ് എന്ന് അഹങ്കാരത്തോടെ അഞ്ഞൂറാൻ പറഞ്ഞു. എന്നാൽ അതൊരു തരി പോലും ചേതൻ വകവെച്ചില്ല. ഒന്ന് പോയടാ, വെറുതെ ബാക്കിയുള്ളവരുടെ സമയം കളയാനായിട്ട്. എടോ, ഞാൻ സിറ്റി ലോഡിന്റെ ബോഡിഗാർഡാണ്. എനിക്ക് ഈ സ്കൂളിൽ അറിയാത്ത ആരുമില്ല. എന്തിന്? പ്രിൻസിപ്പളുടെ റൂമിൽ ചെല്ലുമ്പോ അവിടെയുള്ള ടീച്ചേഴ്സ് വരെ എന്നെ റെസ്പെക്ട് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള എന്നോട് പോകാൻ പറയാൻ നീ ആരാണ് എന്ന് ദേഷ്യത്തിൽ ചോദിച്ചുകൊണ്ട് ക്ലാസ് റൂമിനകത്തേക്ക് അഞ്ഞൂറാൻ കയറി നിന്നു. എന്നാൽ ചേതൻ അതൊന്നും വകവെക്കാതെ തന്റെ കുട്ടികൾക്ക് നേരെ തിരിഞ്ഞു. ഗൈസ്, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ, ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ വാതിൽ അടച്ചിടണം, അല്ലെങ്കിൽ കണ്ട നായൊക്കെ അകത്ത് കയറി വരുമെന്ന്. തന്റെ കൈ കെട്ടി നിന്നുകൊണ്ട് ചേതൻ ചോദിച്ചു. ആരെയാണോ നീ നായെന്ന് വിളിച്ചത് എന്ന് ചോദിച്ച് ദേഷ്യത്തിൽ ചേതൻ അടിക്കാനായി അയാൾ കൈ പൊക്കിയതും അയാളുടെ കയ്യിലെ മുറിവിൽ നിന്നും രക്തം കിനിഞ്ഞു. എന്നിട്ടും അത് കാര്യമാക്കാതെ അയാൾ ചേതനെ അടിക്കാൻ ഒരുങ്ങി. സാറാ, ഇപ്പൊ നീ അയാൾ പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ നിന്നെ പുറത്താക്കും. നീ തന്നെ എന്ത് വേണമെന്ന് തീരുമാനിച്ചോ എന്ന് പറഞ്ഞ് അഞ്ഞൂറാന്റെ അരികിൽ നിന്നും ചേതൻ മാറി നിന്നു. സാറയാവട്ടെ തന്റെ അസുഖത്തിന് ചേതന മരുന്ന് കണ്ടുപിടിക്കാൻ കഴിയും എന്ന് അന്ധമായി വിശ്വസിച്ചിരുന്നത് കൊണ്ട് വേഗം തന്നെ അഞ്ഞൂറാന്റെ കയ്യിൽ കയറി പിടിച്ചു. അങ്കിൾ പ്ലീസ്, ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാതെ ഒന്ന് പോ എന്ന് സാറ പറഞ്ഞതും അയാൾക്ക് ദേഷ്യം അടക്കാനായില്ല. എന്താ മേഡം ഈ പറയുന്നത്? ഞാൻ ബോഡിഗാർഡാണ്, ഡോൺ സിക്സ് ഫൈറ്റർ. എന്നോട് മോശമായി സംസാരിക്കാൻ ഇവൻ ആരാണ് എന്ന് ചോദിച്ചതും അഞ്ഞൂറാൻ വീണ്ടും ചേതന അടിക്കാനായി ചെന്നു. പക്ഷേ സാറ അയാളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അയാളെ ക്ലാസ് റൂമിന് പുറത്താക്കി വാതിൽ കൊട്ടിയടച്ചു. മാഡം എന്തായി ചെയ്യുന്നേ? മാഡം എന്ന് വിളിച്ച് കഥകൾ അയാൾ തട്ടി. സാറ ഇപ്പോൾ ചെയ്തത് ചേതൻ ചെയ്തിരുന്നെങ്കിൽ അഞ്ഞൂറാൻ ഉറപ്പായും കഥക് പൊളിച്ച് അകത്ത് വരുമായിരുന്നു. എന്നാൽ ഇത് സാറയായതുകൊണ്ട് വേറെ വഴിയില്ലാതെ അയാൾ തന്റെ ദേഷ്യം അടക്കി നിന്നു. ചേതന മാത്രമേ
തന്റെ അസുഖത്തിന് മരുന്ന് കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് സാറ വിശ്വസിച്ചിരുന്നത്. കാരണം വേറെ ഒന്നുമല്ല, അവൾക്ക് അങ്ങനൊരു കുറവുണ്ടെന്ന് മറ്റാർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല, പ്രത്യേകിച്ച് അഞ്ഞൂറാന്. ഓക്കെ മാഡം, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. പക്ഷേ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായ പോലും മാഡം ഒന്ന് ശബ്ദം ഉണ്ടാക്കിയാൽ മതി, ഞാൻ അവിടെ എത്തിയിരിക്കും എന്ന് പുറത്തുനിന്നും വേറെ വഴിയില്ലാതെ വിളിച്ചു പറഞ്ഞു അഞ്ഞൂറാൻ. ചേതന്റെ കൂടെ അവന്റെ 5 കുട്ടികളും ആ ക്ലാസ്സിലുണ്ടായിരുന്നു. അവൻ അവരുടെ മുന്നിലേക്ക് ചെന്ന് നിന്ന് സംസാരിക്കാൻ തുടങ്ങി. ഹലോ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. സോ ആദ്യം തന്നെ എന്നെ നിങ്ങളുടെ ടീച്ചറായി തെരഞ്ഞെടുത്തതിന് നന്ദി എന്ന് അവൻ പറഞ്ഞതും ഋഷി ഒഴികെ ബാക്കി എല്ലാവരും ഒരു ചിരിയോടെ തലയാട്ടി. അപ്പോ എന്നെ നാണം കെടുത്താതെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട് നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കെ. അതിന് നിങ്ങൾക്ക് നാണമൊക്കെ ഉണ്ടോ? നാണക്കേട് തോന്നാൻ? പരിഹാസത്തോടെ ഋഷി ഇങ്ങനെ ചോദിച്ചത് ചേതൻ കേട്ടില്ലെന്ന് നടിച്ചു. സോ എന്റെ ടീച്ചിങ് മെത്തേഡ്സ് ഒക്കെ മറ്റുള്ള ടീച്ചേഴ്സിൽ നിന്നും വ്യത്യസ്തമാണ്. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായി നിന്നു. ചേതൻ പറഞ്ഞത് കേട്ട് അവർ ശരിയെന്ന് തലയാട്ടി. സോ ഞാൻ ആ റൂമിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഞാൻ വിളിക്കുന്നവർ മാത്രം ആ റൂമിലേക്ക് വരണം. ക്ലാസ് റൂമിന്റെ ഉള്ളിൽ തന്നെയുള്ള മറ്റൊരു ചെറിയ റൂം കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. കുട്ടികളുടെ ഓരോരുത്തരുടെയും കഴിവുകൾ തമ്മിൽ വ്യത്യാസമുള്ളത് കൊണ്ട് ഓരോരുത്തരെയും വെവ്വേറെയായി ട്രെയിൻ ചെയ്യാൻ അവൻ തീരുമാനിച്ചു. 100 സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള ക്ലാസ് റൂം ആയിരുന്നു ചേതന്റേത്. ആ റൂമിന്റെ ഉള്ളിൽ തന്നെ 2 പേർക്ക് കടക്കാൻ കഴിയുന്ന രീതിയിൽ മറ്റൊരു മുറി കൂടി ഉണ്ടായിരുന്നു. ചേതൻ ആ റൂമിന്റെ അകത്തേക്ക് പോയി. 5 പേരും അവരുടെ തക്കത്തിനായി കാത്തിരിക്കുമ്പോൾ മേഘ കമിൻ, ചേതൻ വിളിച്ചു പറഞ്ഞു. മേഘ ലിൻഡ മാമിന്റെ സ്റ്റുഡന്റ് ആവാൻ ഇവിടെ വന്നവളാണ്. എന്നാൽ ചേതൻ ലാഘവത്തോടെ അവളെ തന്റെ സ്റ്റുഡന്റ് ആക്കി മാറ്റി. ചേതൻ തന്റെ കഴിവ് തെളിയിച്ചിരുന്നു എങ്കിലും മേഘയുടെ മനസ്സിൽ ഇപ്പോഴും താൻ പറ്റിക്കപ്പെട്ടോ എന്ന ചോദ്യം ഉണ്ടായിരുന്നു. തന്റെ ചേട്ടൻ ഇവിടുത്തെ ടീച്ചറെ പറ്റിയെല്ലാം പറഞ്ഞു തന്നെങ്കിലും 0 വാങ്ങിയ ചേതനെ കുറിച്ച് മാത്രം പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ദർശൻ അവളെ പറ്റിച്ചതാണെന്നുള്ള വിഷമത്തിലായിരുന്നു അവൾ. അതേ വിഷമത്തിൽ തന്നെ നിലത്തേക്ക് നോക്കി മേഘ ആ റൂമിലേക്ക് ചെന്നു. ആ റൂം മുഴുവനും ശാന്തമായിരുന്നു. മേഘ മനസ്സിലോർത്തു, ഇയാൾ ഇനി എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. ഇയാളുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട് വേറൊരു ടീച്ചറെ കണ്ടുപിടിക്കണമെങ്കിൽ തന്നെ ഇനി ചേട്ടന്റെ സഹായം വേണ്ടി വരും. ചേട്ടന്റെ അടുത്ത് സറണ്ടർ ആവേണ്ടി വരുമല്ലോ. മേഘ, നിന്റെ ഫൈറ്റിംഗ് സ്ട്രാറ്റജി എന്താണെന്ന് കാണിക്കേ. ആലോചിച്ച് നിൽക്കുന്ന മേഘയോട് ചേതൻ പറഞ്ഞു. അവളുടെ ശ്രദ്ധ ടിവിയിൽ റൊട്ടേറ്റ് ചെയ്ത് മുന്നിലേക്ക് പുഷ് ചെയ്തു. ഓക്കെ, നൈസ് പഞ്ച്, ചേതൻ അവളോട് പറഞ്ഞു. സാർ, ഞാൻ ഇവിടുന്ന് തന്റെ മനസ്സിലുള്ളത് എങ്ങനെ ചേതനോട് പറയും എന്ന് ആലോചിച്ച് വിക്കി അവൾ പറയാൻ തുടങ്ങിയതും ചേതൻ അവളോട് ചോദിച്ചു. ഒരു 2 വർഷം മുമ്പുണ്ടായ ഫൈറ്റിൽ ആരോ നിന്റെ കാൽമുട്ടിലടിച്ചു. അതിന്റെ വേദന നിനക്ക് ഇനിയും പോയിട്ടില്ല അല്ലേ? സാറിന് ഇതെങ്ങനെ എന്ന് അത്ഭുതത്തോടെ അവൾ ചോദിച്ചു. ഒരാളുടെ ഫൈറ്റിംഗ് സ്ട്രാറ്റജി വെച്ച് എങ്ങനെയാണ് അയാളുടെ കാൽമുട്ടിലുള്ള വേദന അറിയാൻ സാധിക്കുക? അവൾക്ക് അത്ഭുതം തോന്നി. എല്ലാവരുടെയും കാലിൽ 3 അക്യുപോയിന്റ്സ് ഉണ്ട്. അതാണ് ഒരാളുടെ വേഗത, സ്കിൽ, സ്ട്രെങ്ത് എന്നിവ നിശ്ചയിക്കുന്നത്. നിന്റെ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്ന അക്യുപോയിന്റിലാണ് അടി കൊണ്ടത്. ആ അടിയിൽ ആ പോയിന്റ് അടഞ്ഞു പോയിട്ടുണ്ട്. അതാണ് നിനക്ക് കാലിൽ സ്ട്രെങ്ത് കൊടുക്കാൻ കഴിയാത്തതും അവിടെ വേദന അനുഭവപ്പെടുന്നതും. ചേതൻ അവളോട് വിശദീകരിച്ചു. അവൻ പറയുന്നത് കേട്ടതും മേഘയുടെ ശരീരമാകെ വിറച്ചു. കുറെ നാളുകളായുള്ള അവളുടെ പ്രശ്നമായിരുന്നു അവൻ പറഞ്ഞത്. മേഘയുടെ അച്ഛൻ അവളെ ഒരുപാട് വൈദ്യന്മാരെ കാണിച്ചെങ്കിലും അക്യുപോയിന്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ അവർക്ക് സാധിച്ചില്ല. കുറെ നാളുകളായി പരിശ്രമിച്ചിട്ടും നടക്കാത്ത ഒരു കാര്യമായിരുന്നു അത്. അതിന് പരിഹാരം കണ്ടെത്തണമെങ്കിൽ ഡോണേറ്റ് ഫൈറ്ററിന് സഹായം വേണ്ടിവരും എന്ന് പറഞ്ഞതുകൊണ്ട് അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു അവളുടെ വീട്ടുകാർ. അങ്ങനെയുള്ളപ്പോൾ ചേതന്റെ ഈ വാക്കുകൾ അവളെ ഞെട്ടിച്ചു. സാറിനിത് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ? മേഘ ചോദിച്ചു. ഇതൊന്നും അത്ര വലിയ കാര്യമല്ല, ചേതൻ ലാഘവത്തോടെ പറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു, കൈകൾ വിറച്ചു. മേഘ കരഞ്ഞുകൊണ്ട് അവനോട് ചോദിച്ചു, അപ്പോ എനിക്കതിൽ ട്രീറ്റ്മെന്റ് ചെയ്തു തരുമോ? ആദ്യമൊന്നും അത് വലിയ കാര്യമായി അവൾ എടുത്തിരുന്നില്ല. മേഘ നടക്കുമ്പോഴും പ്രശ്നമൊന്നുമില്ലായിരുന്നു. എന്നാൽ ഫൈറ്റ് ചെയ്യുമ്പോൾ അവൾക്ക് കാലിൽ സ്ട്രെങ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് അവളെ അലട്ടാൻ തുടങ്ങിയിരുന്നു. ഉറക്കത്തിൽ വരെ കാലിൽ വേദന തോന്നുന്നത് പോലെ തോന്നി ഞെട്ടി എണീറ്റിരുന്നു അവൾ. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അതിനൊരു പരിഹാരം കണ്ടെത്താനാവാതെ വന്നതുകൊണ്ട് അവൾ പ്രതീക്ഷ കൈവിട്ടിരുന്നു. ആ വേദന വെച്ച് ജീവിക്കേണ്ടി വരും എന്നവൾ ഉറപ്പിച്ചു. എന്നാൽ ഒരിക്കൽ പോലും ഒരു 0 വാങ്ങിയ പ്രൊഫസറിന്റെ കയ്യിൽ നിന്ന് അതിന് തനിക്ക് ട്രീറ്റ്മെന്റ് കിട്ടുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. എന്നിരുന്നാലും ചേതനിൽ അവൾക്ക് വലിയ വിശ്വാസമില്ലായിരുന്നു. ഇയാൾക്ക് ശരിക്കും ഇതിനുള്ള ട്രീറ്റ്മെന്റ് അറിയോ
അതോ എവിടുന്നെങ്കിലും എന്റെ കാലിനെ കുറിച്ച് കേട്ടത് വെച്ച് തള്ളി മറിക്കുകയാണോ? മേഘ സംശയത്തോടെ ചിന്തിച്ചു. എന്താ മേഘ, നിനക്ക് വിശ്വാസമില്ലേ? ഇല്ലെങ്കിൽ വേണ്ട. നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിന്നിലൊരു വലിയ മാറ്റം എനിക്ക് കൊണ്ടുവരാൻ കഴിയും. ചേതൻ പറഞ്ഞു. എനിക്ക് വിശ്വാസമുണ്ട് സാർ. പലരും ശ്രമിച്ചിട്ടും ഒന്നും നടന്നില്ല. അതുകൊണ്ട് സാറ് ട്രൈ ചെയ്തിട്ടും ഒന്നും നടന്നില്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. വേദനയോടെ മേഘ പറഞ്ഞു. നിന്റെ പെയിൻ എനിക്ക് മനസ്സിലാകും മേഘ. പക്ഷേ നീ പണ്ട് എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയണ്ട. ഇപ്പോ നീ എന്റെ സ്റ്റുഡന്റ് ആണ്. നീ എപ്പോഴും കോൺഫിഡന്റ് ആയിരിക്കണം. നിന്റെ മനസ്സിന് ശക്തി ഉണ്ടെങ്കിൽ നിന്റെ ശരീരത്തിനും യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല. നിനക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് നിന്നെ ഒറ്റയ്ക്ക് ഇവിടേക്ക് വിളിച്ചത്. ശരി, എന്നാൽ നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താലോ? ചേതൻ ചോദിച്ചു. മേഘ ആവേശത്തോടെ തലയാട്ടി. മേഘ, നീ ശ്വാസം നല്ലതുപോലെ എടുത്തുവിട്ട് റിലാക്സ് ആയിട്ടിരിക്കെ. അവൾ കണ്ണുകൾ അടച്ച് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് മെല്ലെ പുറത്തേക്ക് വിട്ട് റിലാക്സ്ഡ് ആയിരുന്നു. ചേതൻ തന്റെ ടേബിളിൽ നിന്നും ഒരു സ്വർണ്ണ നിറത്തിലുള്ള പെട്ടി കയ്യിലെടുത്ത് അതിൽ നിന്നും സിൽവർ നിറത്തിലെ കുറച്ച് സൂചികൾ പുറത്തെടുത്തു. സ്കൂളിലെ കുട്ടികൾക്ക് പരിക്ക് പറ്റുമ്പോൾ ഉപയോഗിക്കാനുള്ള മെഡിക്കൽ കിറ്റ് ആയിരുന്നു ആ ബോക്സ്. അപ്പോ സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ചേതൻ ചോദിച്ചതും മേഘ അതെ എന്ന് തലയാട്ടി. ചേതൻ തന്റെ കയ്യിലിരുന്ന സൂചി അവളുടെ കാൽ വിരലുകൾക്കിടയിലെ തൊലിയിൽ കുത്തി നിർത്തി. ഇത് നിന്റെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യും, ചേതൻ പറഞ്ഞു. അവൻ വീണ്ടും ചില സൂചികൾ കയ്യിലെടുത്തു. മേഘയുടെ ശരീരം വിറയ്ക്കുന്നത് അവൻ കണ്ടു. അവൻ ചെയ്തത് പ്രത്യേകതരം പിൻ ട്രീറ്റ്മെന്റ് ആയിരുന്നു. ആ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആളുടെ മുഴുവൻ ശ്രദ്ധയും തന്റെ രോഗിയിൽ ഉണ്ടാവണം. ഇല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റ് ഫെയിൽ ആയേക്കാം. തന്റെ ശരീരത്തിൽ മാറ്റം സംഭവിക്കുന്നത് മേഘ അറിയുന്നുണ്ടായിരുന്നു. ഈ ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ അയാൾ അറ്റ്ലീസ്റ്റ് ഡോൺ 5 ഫൈറ്റർ എങ്കിലും ആയിരിക്കണം എന്നാണല്ലോ അച്ഛൻ പറഞ്ഞത്. പക്ഷേ ചേതൻ വെറും ഡോൺ 3 ഫൈറ്റർ അല്ലേ? അയാൾക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു എന്ന് പല ചോദ്യങ്ങളും മേഘയുടെ ഉള്ളിലൂടെ കടന്നുപോയി. ചേതൻ വേറെയും കുറച്ച് സൂചികൾ അവളുടെ ദേഹത്ത് കുത്തി നിർത്തി.